റഹ്മാൻ റഹീം. നമ്മൾ ഇന്നത്തെ നാഷണൽ സെമിനാറിൻ്റെ സമാപന സമയത്തേക്ക് അടുക്കുകയാണ്. ഇനിയുള്ളത് പാനൽ ഡിസ്കഷനാണ്. നേരത്തെ ചില സെഷനുകൾ എടുത്ത ആളുകളും അല്ലാത്ത ആളുകളും ഇതിലുണ്ട്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ആളുകൾക്കും ആദ്യമൊന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കും. അവരോട് ചോദിക്കാനുള്ള അവസരം ഓഡിയൻസിനുണ്ടാവും. അവർക്ക് ആ സന്ദർഭം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരാൾ സംസാരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ശേഷം ചോദിക്കാവുന്നതാണ്. നമ്മൾ പ്രൊട്ടക്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബിൽഡിംഗ് എ ട്രസ്റ്റ് വർത്തി ഫിനാൻഷ്യൽ ഇക്കോസിസ്റ്റം എന്നുള്ള ടൈറ്റിലാണ് പാനൽ ഡിസ്കഷൻ നടത്തുന്നത്. ഇതുവരെ സെഷനിലിരുന്ന ആളുകൾക്ക് നല്ല ധാരണ ഉണ്ടാവും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് എങ്ങനെ ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തും, അതിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള പ്രതിസന്ധി. അപ്പോൾ ഇവിടെയുള്ള ഗസ്റ്റുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഓരോരുത്തരെ വീണ്ടും പരിചയപ്പെടുത്തുന്നില്ല. നമുക്ക് മെഹബൂബ് സാറിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. മെഹബൂബ് സാറ് സെക്യൂറയുടെ സെക്യൂറ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ നേരത്തെ തന്നെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്, കുറേ കാലമായി ഒരുപക്ഷെ അസറ്റ് ബേസ്ഡായ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ കാര്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആളുകളുടെ അടുത്ത് നിന്ന് സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടായിട്ടുണ്ടാവുക, അതുപോലെ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം അസറ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ പ്രത്യേകിച്ച് അത്ര സ്ട്രക്ചേർഡ് അല്ലാത്ത ഒരു ഫൈനാൻഷ്യൽ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, സാധാരണക്കാരായ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് പറയാം. അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്നത്തെ ഈ പരിപാടി മുഴുവൻ സെഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് സെഷൻസ്, ആഫ്റ്റർനൂണിലെ സെഷൻസും മോർണിംഗിൽ ഒരു 1-2 സെഷൻസും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. എന്തായാലും ആദ്യമായിട്ട് ഞാൻ ഈ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ ഈ ഓർഗനൈസേഷനെ ഈ പോൺസി സ്കീംസ് അല്ലെങ്കിൽ ബി എസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് വേണമെന്നുള്ള ചിന്തയും അതിനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനെയും വളരെയധികം അഭിനന്ദിക്കുന്നു. ശരിക്ക് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇതിലുണ്ടായ മാറ്റങ്ങൾ ശരിക്ക് ഭയാനകമാണ്. നേരത്തെ ഇന്ത്യ മുഴുവനും റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഓഫീസ്, റീറ്റെയിൽ സ്പേസ് എന്തായാലും പലപ്പോഴും റെഗുലേഷൻ വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ വലിയ സിറ്റീസിലുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ താരതമ്യേന റിയൽ എസ്റ്റേറ്റ് സെക്ടർ കുറേയും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് ഓർഗനൈസ്ഡ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ കുറേയും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നത്തെ സിറ്റുവേഷൻ ടോട്ടലി മാറി. എൻ്റെ മുമ്പ് പ്രസംഗിച്ച ശ്രീ നിഖിൽ ഗോപാലകൃഷ്ണൻ ഒരു പോയിന്റ്, അതും അദ്ദേഹത്തിന് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ റെഗുലേറ്റഡ് അല്ലെങ്കിൽ ലീഗൽ ഫ്രെയിംവർക്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കാര്യം പല പ്രാവശ്യം അവരെല്ലാം പറഞ്ഞു. അവരെല്ലാം അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അൺറെഗുലേറ്റഡിലും അൺനോൺ സാധനത്തിലും ഇട്ട ആളുകളെ ഒരുപാട് കണ്ട എക്സ്പീരിയൻസ് എന്നാണ് ഈ പറയുന്നത്. റെഗുലേറ്റഡ് അല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ പോയി ചാടരുതെന്ന്. ഇന്ന് ഇന്ത്യയിൽ അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ വാങ്ങാൻ പാടില്ല എന്നല്ല, വിൽക്കാൻ പാടില്ല എന്നാണ് നിയമം.
കോഴിക്കോട് സിറ്റിയിൽ അല്ലെങ്കിൽ മലബാറിൽ വിൽക്കുന്ന മൊത്തം റിയൽ എസ്റ്റേറ്റ് പ്രോഡക്റ്റ് വാല്യൂ ബേസ്ഡ് നോക്കുകയാണെങ്കിൽ 50%-ലേറെ റെറ രജിസ്റ്റേർഡ് ഇല്ലാത്തതാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആളുകൾ വാങ്ങുന്നുണ്ട്. റെറ രജിസ്റ്റേർഡ് ആണോ അല്ലെങ്കിൽ ഇതൊന്നും വലിയ വ്യത്യാസം. ഒരു പ്രോജക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അത് റെറ രജിസ്റ്റേർഡ് ആണെങ്കിൽ അതിനർത്ഥം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റർ അതോറിറ്റി രജിസ്റ്റർ ചെയ്തെന്ന് മാത്രമല്ല, ആ പ്രോജക്റ്റിന് ലാൻഡിനും അതിൻ്റെ ബേസിക് ഡോക്യുമെൻസിനൊക്കെ പ്രോപ്പർ ടൈറ്റിൽ ഉണ്ട് എന്നുള്ള ചെക്കിങ് ആരെങ്കിലും നടത്തിയിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ഏജൻസി അത് ബിൽഡ് ചെയ്യാനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ആ ഫണ്ട് ഒരു ഡെസിഗ്നേറ്റഡ് അക്കൗണ്ടിലേക്ക് വരാനുള്ളൊരു സംവിധാനം അതിലുണ്ട്. അതിൻ്റെ ഫണ്ടിങ് ഇപ്പം നമ്മളെടുത്തു നിന്ന് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കാശ് വാങ്ങിയാൽ അത് ചിലവാക്കുന്നത് പ്രോജക്റ്റിലേക്കാണെങ്കിലോ മറ്റെന്തെങ്കിലേക്കാണോ എന്നുള്ളതിനൊരു മോണിറ്ററിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റെറ രജിസ്ട്രേഷൻ എന്നുള്ള അല്ലെങ്കിൽ റെഗുലേറ്ററി ഫോൾഡിൽ വരുന്നതോട് കൂടിയിട്ട് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന പ്രോജക്റ്റ് റെഗുലേറ്റഡ് അല്ലെങ്കിൽ, റെഗുലേറ്റഡ് അല്ലാത്ത വാങ്ങാൻ പാടില്ല എന്നാണ് നിയമം. അണ്ടർ കൺസ്ട്രക്ഷൻ റെഗുലേറ്റഡ് അല്ലാത്ത പ്രോജക്റ്റ് വിൽക്കുന്നത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്, എല്ലാ സ്റ്റേറ്റിലും, സെൻട്രൽ ആക്റ്റാണ്. പക്ഷേ ഓഫേഴ്സ്, അമിത ലാഭത്തിൻ്റെ പ്രതീക്ഷയിൽ നമ്മുടെ ആളുകൾ ഇപ്പോഴും പോയിട്ട് ഈ രജിസ്റ്റേർഡ് അല്ലാത്ത പ്രോജക്റ്റ് വാങ്ങുകയാണ്. രജിസ്റ്റേർഡ് അല്ലാത്ത പ്രോജക്റ്റ് വാങ്ങിയാൽ ഈ 70% പ്രോജക്റ്റിലേക്കും ബാക്കി എക്സ്പെൻസിന് 30% അല്ലെങ്കിൽ ചിലവാക്കിയ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റെഗുലേഷനും ഇല്ല. നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് എന്തു ആവാം. നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് ഋഷിരാജ് സിംഗ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളൊന്നും നോക്കാതെ അവസാനം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിൽ. കാരണം അവിടെ റെഗുലേഷൻ കൃത്യമായിട്ടുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള സ്ഥാപനം കൊണ്ടുവന്നത് ഇന്ത്യയിൽ മുഴുവനും, അന്ന് കേരളത്തിൽ ഇത്ര ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ മുഴുവനും വലിയ രീതിയിൽ ഫ്ലൈ ബൈ നൈറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ് പരസ്യം കൊടുക്കുക, പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുക, ഭയങ്കരമായിട്ട് പലജാതി ഓഫേഴ്സും മറ്റും ഉണ്ടാവും, പിന്നെ ആളെ കാണൂല. ഇത് വളരെ വ്യാപകമായപ്പോഴാണ് റെഗുലേഷൻ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പം Tier 1 സിറ്റീസിൽ, മേജർ സിറ്റീസിലൊക്കെ വലിയ തോതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ആളുകളുടെ കോൺഫിഡൻസ് തിരിച്ചു വന്നു. ഞാൻ ക്രെഡായിൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പല സ്റ്റേറ്റിലെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി സെയിൽസ് കൂടുക ചെയ്തത്, ആളുകൾക്ക് ഇതിലുള്ള കോൺഫിഡൻസ് കൂടി. ഡെലിവറീസ്, ഇപ്പം നമ്മളൊരു 3 കൊല്ലം കൊണ്ട് പ്രോജക്റ്റ് തന്നാൽ പണ്ട് അത് 5ഉം 8ഉം കൊല്ലം ആവുന്നത് ഇപ്പം 3 കൊല്ലം ഉള്ളത് പരമാവധി വരുന്നത് 3.5 കൊല്ലോ 4 കൊല്ലോ ആയി പോകുന്നുണ്ടെങ്കിൽ വരെ അതിനപ്പുറത്തേക്ക് പോവാത്ത രീതിയിൽ കാര്യത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. റെഗുലേഷൻ കൊണ്ട് 100% റിസൾട്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്മോൾ ടൗൺസ് അല്ലെങ്കിൽ Tier 2, Tier 3 സിറ്റീസിൽ ഇപ്പോഴും ഇതിൻ്റെ ഒരു അവയർനെസ് കുറവ് കാര്യമായിട്ടുണ്ട്. ആളുകൾ ഇപ്പോഴും വിശ്വസിച്ച് റെറ ഇല്ലാത്ത പ്രോജക്റ്റ് ലാഭം കൂടുതൽ കിട്ടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രംഗത്തുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഫസ്റ്റ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് റെഗുലേറ്റഡ് അല്ലാത്ത പ്രോജക്റ്റ് വാങ്ങരുത്. റെറ രജിസ്ട്രേഷൻ ഇല്ലാത്ത റിയൽ എസ്റ്റേറ്റ്, അത് ഫ്ലാറ്റ് ആണെങ്കിലും ഓഫീസ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ സ്പേസ് ആണെങ്കിലും അണ്ടർ കൺസ്ട്രക്ഷൻ വാങ്ങുന്നത് ഡേഞ്ചറാണ്, റിസ്ക് ആണ്. നിങ്ങൾക്ക് ആരെടുത്ത് പോയിട്ടും കാര്യമില്ല. പിന്നെ എങ്ങനെ ഇവർ വാങ്ങുന്നത് റിയൽ, അവിടെയാണ് അതിനേക്കാളും വലിയ പ്രോബ്ലം. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ള സാധനം. അത് വേണമെന്ന് പറഞ്ഞിട്ട് മെമ്മോറാണ്ടം കൊടുക്കുന്നതിൽ ഞാനും ഒപ്പിട്ടല്ലോ എന്നുള്ള ഖേദം എനിക്കിപ്പോഴും ഉണ്ട്. സത്യത്തിൽ അത്രയധികമാണ് അത് മിസ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലരും LLPയിൽ പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുണ്ട്. 90%നും ആ LLPൻ്റെ മൊത്തം ഷെയറിൽ എൻ്റെ ഷെയർ എത്ര എന്നറിഞ്ഞൂടാ. ആ LLPക്കുള്ള ക്യാപിറ്റലോ അല്ലെങ്കിൽ അസറ്റോ അറിഞ്ഞൂടാ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ക്യാഷ് വാങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തരുന്നത് പ്രോജക്റ്റ് ഭാവിയിൽ അനൗൺസ് ചെയ്യുന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിൽ ഒരു റിസോർട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബിൽഡിംഗ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100%ആണ് പരമാവധി ഒരു കമ്പനിക്ക് ഒരു ഇതിൽ എന്തായാലും 100ൽ കൂടുതലല്ലോ, 100%. അതിൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് ചോദിച്ചാൽ അത് വല്ലാതെ ചോദ്യം ചോദിക്കുന്ന ആളെ ഒഴിവാക്കി അടുത്ത ആൾക്ക് വിൽക്കുക എന്നല്ലാതെ കൃത്യമായ ഉത്തരം ഉള്ള ആളുകൾ വളരെ കുറവാണ്. നിങ്ങളെ പെർസെൻറ്റേജ് എത്ര അറിയില്ല. എന്ത് അസറ്റാണ് ഇതിൽ കൃത്യമായിട്ടുള്ളത് എന്നറിഞ്ഞൂടാ. അപ്പോൾ ആദ്യം വിറ്റങ്ങ് തുടങ്ങും. വിറ്റ് തുടങ്ങുമ്പം ഇത് ചിലവാവണമെങ്കിൽ ഗ്യാരണ്ടി വേണം.
ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആളുകൾ ചോദിക്കും അടുത്ത മാസം തന്നെ റിട്ടേൺ തരികയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത മാസം തന്നെ റിട്ടേൺ കൊടുക്കും. ഒരു ആവറേജ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് കേരളത്തിലെ സിറ്റുവേഷനിൽ ഒരു 3-4 കൊല്ലം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. എവിടെ നിന്നാണ് ഈ ആദ്യത്തെ മാസം ക്യാഷ് കിട്ടുക? അത് അവർ തരാമെന്ന് പറഞ്ഞതല്ലേ. അവർ തരികയാണെങ്കിൽ നമുക്ക് വാങ്ങുന്നതിന് എന്താ കുഴപ്പം? ആർക്കും അറിഞ്ഞൂടാ. അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളെ പറ്റിയൊന്നും നമ്മൾ ചിന്തിച്ച് ബേജാറാവേണ്ടതില്ല എന്ന് ഈ ആളുകൾ പറയും. അപ്പോൾ ഇതിൻ്റെ ഏജൻറ്റ് എല്ലാം കമ്മീഷൻ ബേസ്ഡ് പരിപാടികളാണ്. കമ്മീഷൻ നന്നായിട്ട് കിട്ടുന്ന ഏജൻറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത്? ഇപ്പം മുഹമ്മദ് പാലത്ത് വളരെ നന്നായിട്ട് ആ ബിഹേവിയറൽ സാധനം പ്രസൻറ്റ് ചെയ്തത്. ഇപ്പം ബാക്കി എല്ലാവരും ഇത് വെച്ചിട്ടല്ലേ വാങ്ങുന്നത്, അവർക്കൊക്കെ കിട്ടുന്നില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് വന്നാലും സംശയമാണ്. അപ്പോൾ നമുക്കും തോന്നും എനിക്ക് സംശയം കുറച്ച് കൂടുതലാണല്ലേ, അങ്ങനെ ആ ഒരു സംശയം. അപ്പോൾ ഇല്ലാത്ത പ്രോജക്റ്റ്, ഇല്ലാത്ത ക്യാഷ് നമ്മൾ ബേജാറാവുന്നില്ല. എവിടെ നിന്ന് എടുത്താണ് തരുന്നതെന്നുള്ള ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. നിങ്ങൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാതെ ബിസിനസ്സിൽ നിന്ന് ലാഭം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് സസ്റ്റൈനബിൾ അല്ല. അതിനപ്പുറം വലിയ വിവരം കാര്യങ്ങളും നോളജും ഒന്നും ആവശ്യമില്ല, തരാൻ കഴിയില്ല. ഇപ്പോൾ റെറ 3 കൊല്ലം പറഞ്ഞിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി. അത് നമ്മൾ ലീഗൽ ഒബ്ലിഗേഷനാണ്, കൊടുക്കേണ്ടി വരും. കംപ്ലീറ്റ് ചെയ്ത് സമയത്ത് കഴിയുമ്പോഴെങ്കിൽ പെനാൽറ്റി കൊടുക്കണം, അത് വേറെ. അത് ഇന്ത്യൻ നിയമത്തിനനുസരിച്ച് അത് കൊടുത്തേ പറ്റൂ. പക്ഷേ ഇന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് നാളെ ലാഭം തരാം, ആ പ്രോജക്റ്റിൻ്റെ കംപ്ലീഷന് 4 കൊല്ലമാണ് എന്ന് പറഞ്ഞാൽ സംതിങ് റോങ്. പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വിശ്വസിച്ചിട്ട് കൊടുക്കുക, കാരണം ആളുകൾ തരുന്നുണ്ടല്ലോ. പിന്നെ അതിനൊക്കെ ഏറ്റവും പുറമെ അതിൻ്റെ റിലീജിയസ് പാക്കേജിങ് ഉണ്ട്. ഇത് പ്രോഫിറ്റാണ്, ബിസിനസ് പ്രോഫിറ്റ്. ഇല്ലാത്ത കച്ചവടം, അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് തീരുന്ന പ്രോജക്റ്റ് 4-5 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന ലാഭം ഇപ്പം എങ്ങനെ ലാഭം കിട്ടുക എന്ന് ചോദിച്ചാൽ അതൊക്കെ കിട്ടും. അതൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും പറഞ്ഞാൽ മതി. ഇപ്പോൾ ശരിയാ ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് കുറച്ച് കാലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഇത് ലാഭമാണ്. അവർക്ക് അതിൻ്റെ സീരിയസ് ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട. നിങ്ങൾ പറഞ്ഞ് ലാഭമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് കുറ്റമില്ലല്ലോ എന്നുള്ള ഒരു ലൈനാ. ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടേ മതി. അപ്പോൾ ഇല്ലാത്ത ബിസിനസ്സിൽ നിന്ന് എങ്ങനെ ലാഭം കിട്ടുക എന്ന് ചോദിച്ചാൽ അത് അവർ ലാഭമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്തിനാ അതിനെ അവിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ലോജിക്കൽ മറ്റു കാര്യങ്ങൾ പോകുന്നില്ല. പിന്നെ LLP ആദ്യം ലാഭം ഇങ്ങനെ ആളെ ചേർക്കും, പ്രോജക്റ്റ് തുടങ്ങും, പ്രോജക്റ്റ് ഡിലേ ആവും. അപ്പോൾ അതിനനുസരിച്ച് 2ാമത്തെ മാസം മുതൽ ഇങ്ങനെ കൊടുത്ത് കാശ് തീരും. അപ്പോൾ 100% ഒന്നുമല്ല. പിന്നെ ആദ്യം 100 കോടിയാണ് പറഞ്ഞെങ്കിൽ പിന്നെ അങ്ങനെ ശതമാനം കൂടി 100% ഉള്ള പല കമ്പനികളിലും ഇനീഷ്യൽ എൻവിസേജ് ചെയ്തതിൻ്റെ ഇരട്ടിയൊക്കെ 100% 200% ഷെയർ ഇഷ്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അവസാനം ഒരു പോയിന്റിൽ ഇത് എത്തും. അപ്പോൾ ഒരുപാട് സമയം എടുക്കും ഈ പ്രോസസ്സിൻ്റെ. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റിലൊരു അഡ്വാൻറ്റേജ് പ്രൊമോട്ടേഴ്സിനുള്ള എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഇത് അവസാനിക്കില്ല. ഇതിങ്ങനെ മെല്ലെ കുറേ പോയിട്ടാണ് അവസാനിക്കുക. ഇപ്പോൾ നമ്മുടെ ജ്വല്ലറി ഫീൽഡിലാണെങ്കിലും പല സെഗ്മെൻറ്റിലും നമ്മൾ കണ്ടിട്ടുണ്ട് സ്ഥാപനങ്ങൾ പൊട്ടിപ്പോകുന്നത്. നമ്മുടെ മലബാർ ഏരിയയിൽ സ്ഥാപനങ്ങൾ പൊട്ടിപ്പോകുന്നതിൻ്റെ, മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സുള്ള സ്ഥാപനങ്ങൾ പൊട്ടിപ്പോകുന്നതിൻ്റെ ഒരു 70-80% റീസൺ ഇല്ലാത്ത പ്രോഫിറ്റ് കൊടുത്തിട്ടാണ്. മിസ്മാനേജ്മെൻറ്റിൽ ഒക്കെ വേറെ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും ഇല്ലാത്ത ലാഭം കൊടുത്തിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ പൊട്ടിയത്. നിങ്ങൾ അതിൻ്റെ കണക്കൊന്ന് എടുത്തു നോക്കി. പിന്നെ ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു എക്സാമ്പിൾ, എൻ്റെ കൂടുതൽ മുമ്പിലുള്ള ആളുകൾക്ക്, ഇപ്പം കമോൺ കേരളയിൽ ആര് ചോദിച്ചാലും സ്റ്റോൾ കൊടുക്കും. 3 ലക്ഷം കൊടുക്കാൻ ചോദിച്ചാൽ 3 ലക്ഷം കൊടുക്കണം, 5 അത് നിങ്ങൾ 100% ലാഭം തരും എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ആണെങ്കിലും തിരക്കുള്ള ഇൻകം കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രോമിസ് ആണെങ്കിലും അപ്പം മാധ്യമത്തിൻ്റെ ഷോ ആണ്. ദുബായിൽ കമോൺ കേരളയിൽ സ്റ്റോൾ വെച്ച് വിൽക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ വിൽക്കുമ്പം ഇത് ഒരു ലീഗൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അല്ലാത്ത അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾ സെല്ല് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയാണ്. അത് ഭയങ്കരമായിട്ടുണ്ട്. ആ ബ്രാൻഡ് മാത്രം വെച്ചിട്ട് ഒരുപാട് പേര് വിറ്റിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം കമോൺ കേരളയിൽ സ്റ്റോൾ വെച്ച് വിറ്റ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റഡി നടത്താൻ പറ്റുമെങ്കിൽ അത് തന്നെ നല്ലൊരു ഇൻസൈറ്റ് കിട്ടും. ഒരുപാട് പേര് വിറ്റിട്ടുണ്ട്, ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്താൽ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഷെയർ വിൽക്കണം എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല, സെബി റൂളിന് എതിരായതുകൊണ്ട്. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ രാവിലെ തുറന്നാൽ
വരുന്ന പരസ്യത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡിൻ്റെ എത്ര ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ഇതാണ്? പലരെയും ധാരണ സോഷ്യൽ മീഡിയ ഇതിൽ പെടൂല എന്നാണ്. പത്രത്തിലും ടി വിയിലും പരസ്യം കൊടുത്താൽ സോഷ്യൽ മീഡിയ ആഡാണ്. ഷെയർ പിരിക്കാൻ പരസ്യം കൊടുക്കുന്നത് ഫുള്ളി ഇല്ലീഗലാണ്. പബ്ലിക് ഇഷ്യൂ ഇല്ലാതെ IPO ഇല്ലാതെ ഷെയർ പിരിക്കാൻ പരസ്യം കൊടുക്കാൻ പാടില്ല. ആ പരസ്യം കണ്ടിട്ടും ആ പ്രൊമോഷനും കണ്ടിട്ടാണ് നമ്മൾ ഷെയർ വാങ്ങുന്നത്. LLP ഷെയർ എടുക്കുന്നത് തെറ്റല്ല. LLP ഷെയർ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാഭവും നഷ്ടവും നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ അസറ്റ് എന്താണ്, ലാബിലിറ്റി എന്താണ്, എത്ര പാർട്ട്നേഴ്സാണ്, എത്ര ശതമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നെല്ലാം മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ എടുക്കാം. അത് നല്ലൊരു മോഡലാണ് ബിസിനസ്സിന്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത്ര ശതമാനം തരും എന്ന് പറഞ്ഞിട്ട് LLPൻ്റെ ഗ്യാരണ്ടിക്ക് എന്താ പറയുക, കുറുപ്പിൻ്റെ ഉറപ്പ് എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അതാണ്. ഇപ്പം LLP തന്നെ ഗ്യാരണ്ടി കൊടുക്കുകയാണ് മെമ്പേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന്. ഞാൻ ഗ്യാരണ്ടി, നമ്മളെല്ലാവരും കൂടി നമുക്ക് തന്നെ ഗ്യാരണ്ടി. 10 ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ 100 ഷെയർ ഹോൾഡർ എങ്കിൽ 100 ഷെയർ ഹോൾഡറും കൂടി 100 ആൾക്ക് തന്നെ ഗ്യാരണ്ടി. അല്ലാതെ അതിന് യാതൊരു വിലയില്ല. ഒരു രീതിയിലുള്ള ലീഗൽ സാങ്ക്ടിറ്റിയും. അത് നഷ്ടം വന്നാൽ എല്ലാവരും സഹിക്കണം. കാരണം നിങ്ങൾ ഷെയർ ഹോൾഡറാണ്, നിങ്ങൾ ഡെപ്പോസിറ്റർ അല്ല. ഡെപ്പോസിറ്റ് വാങ്ങാൻ റെഗുലേറ്ററി ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാവരും ഷെയർ ഹോൾഡറായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ രംഗത്ത് ഇപ്പോൾ നടക്കുന്നത് റെഗുലേഷൻ ഇല്ലാത്ത, എനിക്ക് പറയാനുള്ളതാണ്, ലീഗൽ ഫ്രെയിംവർക്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ചെയ്യരുത്. അത് എന്ത് ലാഭം കിട്ടിയാലും ചിലപ്പം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടന്ന് കിട്ടിയൊക്കെ പോവും, അത് നിങ്ങളെ ഭാഗ്യം. പക്ഷേ ഒരു ആവറേജ് ചാൻസ് റെഗുലേറ്റഡ് അല്ലാത്ത പ്രോഡക്റ്റ് ഫെയിലിയർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ ഇത്ര ഇഷ്യൂ കൊണ്ടാണ് റെഗുലേഷൻ കൊണ്ടുവന്നത്. അപ്പം എനിക്ക് ഒറ്റ പോയിൻ്റ് ആണ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പറയാനുള്ളത്. റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൽ ലീഗലല്ലാത്ത എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഒന്ന് മാറി നിൽക്കുക, കാര്യങ്ങൾ പഠിക്കുക. പാർട്ട്ണർഷിപ്പ് LLP ആണെങ്കിലും ശരി, ലിമിറ്റ് സാധാരണ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി ആ റിസ്ക്, നിങ്ങൾക്ക് അതിൽ ആര് ഗ്യാരണ്ടി തന്നാലും ഗ്യാരണ്ടി ഇല്ല എന്ന് മനസ്സിലാക്കി ആ പ്രോജക്റ്റ് സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേരുക. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത്. ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത് ഇത്തരം പ്രാദേശികമായ ഇൻവെസ്റ്റ്മെൻറ്റുകളിലാണ്. നമുക്ക് ചോദ്യങ്ങൾ അവസാനത്തേക്ക് വെക്കാൻ തോന്നുന്നു, എല്ലാവരുടെയും ഒന്നിച്ച്. നിഖിൽ സാറോട് ചോദിക്കാം. ഇനി നേരത്തെ നിഖിൽ സാർ വളരെ വിശദമായി തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, അതിൻ്റെ സ്ട്രക്ചേർഡായ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പൊതുവേ മലയാളികളുടെ ഒരു മിഡിൽ ക്ലാസ് മലയാളികളുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ എത്രയാണോ വരവ് അതാണ് ചെലവ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റി വെക്കണം, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ആൻഡ് എനിക്ക് സാർ ഇവിടെ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു സാറ് ഇവിടുത്തുകാരനായ എൻ്റെ പേരിൽ ഇവിടുത്തെ പൾസ് ശരിക്കും അറിയാം. അതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഒത്തിരി മെസ്സേജ് അതിൽ കിടപ്പുണ്ട് ഈ പറഞ്ഞ കാര്യം. കാരണം വെച്ചാൽ ഒരു ബിഹേവിയറാണ്. പിന്നെ ഇപ്പം എന്നോട് ചോദിച്ചാൽ പലപ്പോഴും ഒരു ഇൻകം ഉള്ള ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും ആ പൈസ മുഴുവനും നമ്മൾ ഉപയോഗിച്ച് തീരുന്നൊരു വിഷയമുണ്ട്. അതിന് പകരമായിട്ട് എപ്പോഴും നമുക്ക് വേണ്ട കാര്യത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാന്നുള്ളൂ. കാരണം ഞാനീ പറയാൻ പോണ കാര്യം ഇത് ഇവിടെ ആർക്കും അറിയാത്ത കാര്യമല്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അറിയാത്തത്? ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരം ഉണ്ടാവാനായിട്ട് എന്താ കാരണം വേണ്ടെന്നുള്ളത്? ഒന്ന് കാലത്ത് എണീക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കണത് വേണ്ട സാധനങ്ങൾ മാത്രം കഴിക്കുക, വേണ്ടാത്ത സാധനം കഴിക്കാണ്ടിരിക്കുക. ഇതറിയാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ പക്ഷേ നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇത്തരം പൈസ നമുക്ക് കൈ കിട്ടുന്ന സമയത്ത് ആ മുഴുവനും പൈസ ഉപയോഗിച്ച് തീരാൻ പാടില്ല എന്ന് അറിയാത്തവരാരും ഇവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതിലൊരു തീരുമാനം നമ്മൾ എടുക്കണം. കാരണം ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റിട്ട് നടക്കാൻ പോകണമെന്നൊരു തീരുമാനമാണ്. പക്ഷേ 5 മണിക്ക് എണീക്കുന്ന ടൈമിൽ നമ്മളോട് വേറൊരാൾ പറയുന്നുണ്ട് എനിക്കെണ്ട, നല്ല തണുപ്പാണ്, കിടന്ന സുഖമാണെന്നുള്ളത്. ആ തീരുമാനം നമ്മൾ എടുക്കാത്തതിൻ്റെ പേരിലാണ് നമുക്ക് വയറും സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് നമുക്ക് പിന്നെ ഇതൊരു പൈസ മാസം വരുന്ന സമയത്ത് നിങ്ങളോട് പറയാണ്, ശമ്പളം ഇപ്പോൾ ഗവൺമെൻറ് പറയാണ് നിങ്ങൾക്കുള്ള ശമ്പളത്തിൻ്റെ 10% കട്ട് ചെയ്തിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വല്ലതും പറയുമോ? നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാത്തല്ലേ ഉള്ളൂ. അതേമാതിരി തന്നെ ഒരു 10% നിങ്ങളുടെ പൈസയിൽ നിന്ന് ശമ്പളം വരുന്ന അന്നതിനടുത്ത് മാറ്റി വയ്ക്കി.
അങ്ങനെ സേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് തുടക്കം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. ആ തീരുമാനം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സിറ്റുവേഷൻ വരണം. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ, ഞാൻ ഓഫീസിൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ പിടിക്കാൻ തുടങ്ങിയിട്ട് 7 കൊല്ലമായി. അപ്പോൾ ഇപ്പോഴും ഓഫീസിൽ ഫോൺ വരുന്ന സമയത്ത് ഞാൻ ഒന്ന് നോക്കാറുണ്ട് എന്താണ് അവർക്ക് വിളിക്കാൻ തോന്നിയെന്നുള്ളത്. അപ്പോൾ ചിലവരൊക്കെ പറയും 3 കൊല്ലമായിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇപ്പോഴാണ് വിളിക്കാൻ തോന്നിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ നോക്കാറുണ്ട് എന്തിനാന്നുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാനാണെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലും അസുഖം വന്നിട്ട് പൈസ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് അവർ സഹിച്ചു, അതിൻ്റെ പേരിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ കുട്ടി ജനിച്ചപ്പോൾ ഇനി ആ കുട്ടിയുടെ സ്കൂൾ എഡ്യൂക്കേഷൻ എങ്ങനെയാവുന്നുള്ളൊരു തോന്നൽ വന്ന്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ആരോ മരിച്ച ടൈമിൽ ആ കുടുംബം കഷ്ടപ്പെടുന്ന കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാലേ വരത്തുള്ളൂ. അപ്പോൾ അതിന് വെക്കാതെ ഒന്ന് നമ്മൾ പിന്നെ ഈ ലോണൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു 20,000 രൂപയുടെ ലോണ് പോകാന്ന് പറഞ്ഞാൽ 20,000 രൂപ നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. അത് ലോൺ എടുക്കണേക്കാളും മുന്നേ തന്നെ നമ്മുടെ ശമ്പളം കിട്ടുന്നത് 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ നിങ്ങളിത് നാളേക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലോൺ എടുക്കാതെയും നമുക്ക് ഒരു 50% പ്രോഫിറ്റ് ഒന്നും ആഗ്രഹിക്കാതെ നമുക്ക് മാന്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ബാക്കി പിന്നെ പറയാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു മാർക്കറ്റ് പരിശോധിച്ചാൽ ഇപ്പോൾ ഈ ഗോൾഡ് സിൽവറൊക്കെയാണ് കാര്യമായി ഗെയിൻ ചെയ്തത്. ഷെയറുകളൊക്കെ പൊതുവെ ഡൗൺ ആണ്. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതായത് ഗോൾഡ് സിൽവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ചിലപ്പോൾ റിട്ടേൺ കൂടുതൽ കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു എപ്പോഴും നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇതിലൊക്കെ ഒരു നമ്മൾ പറയൂലേ, കാരണന്മാരൊക്കെ പറയേണ്ട പോലെയല്ലേ, നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് സഹായിക്കുന്നവരെ നമ്മൾ അവരെ കൂടെ നിൽക്കണ്ടേ എന്നുള്ളത്. അതേമാതിരി തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റും. ഈ ഗോൾഡൊക്കെ നമ്മൾ വില കുറഞ്ഞ ടൈമിൽ ഗോൾഡിനെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് നമ്മൾ അനുഗ്രഹിക്കും. അപ്പോൾ ഗോൾഡ് വലുതാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുതലെടുക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദൈവം തന്നെ. കാരണം ആ മാർക്കറ്റിൽ നമ്മൾ വളരെ നന്നായിട്ട് കയറി നിൽക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അതിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ താഴെ പോകുമ്പോൾ ദൈവം നന്നായി നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒപ്പം കൂടിയത്. അപ്പോൾ നമ്മളൊപ്പം നിൽക്കില്ല. പക്ഷേ ദൈവം താഴെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ടൈമിൽ ആ കയറി വരുമ്പോൾ നമുക്ക് മുതലെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കോണ്ടസ്റ്റിനായിട്ട് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇതിനെപ്പോഴും ഒരു സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു കോവിഡ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറി. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു മീൻ റിവേഴ്സൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലെവലിലായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ആ പീക്കിലെത്തി. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്താണ് നാട്ടിൽ ജിയോ പൊളിറ്റിക് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനത്തെ മാർക്കറ്റ് പോലത്തെ വിശ്വാസം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവിടെയാണ് ഇതിൽ സംഭവിച്ചത്. അപ്പോൾ എപ്പോഴും ആ അസറ്റ് എന്നുള്ള രീതിയിൽ കയറി സംഭവം ശരിയാണ്. അതിൽ ഒരു ഇൻകം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്, അതിൻ്റെ പേരിലാണ്. പക്ഷേ അസറ്റ് എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഒരു അസറ്റ് അലോക്കേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും വ്യത്യസ്ത സ്വഭാവമുള്ള അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാശായിട്ടിരിക്കുന്നതിന് ഒരു സ്വഭാവമാണ്, FD ആയിട്ടിരിക്കുന്നതിന് വേറെ സ്വഭാവമാണ്, ഗോൾഡും സിൽവറിനും കമോഡിറ്റിക്ക് വേറെ സ്വഭാവമാണ്, ഇക്വിറ്റി മാർക്കറ്റിന് വേറെ സ്വഭാവമാണ്, റിയൽ എസ്റ്റേറ്റിന് വേറെ സ്വഭാവമാണ്. അപ്പോൾ ഈ വ്യത്യസ്ത സ്വഭാവമുള്ള അസറ്റിൽ നമുക്ക് തീരുമാനിക്കണം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര ശതമാനം ഈ സ്വഭാവമുള്ള അസറ്റിൽ വേണം, എത്ര ശതമാനം ഇതിൽ വേണം. അങ്ങനെ അതാണ് ഒരു സാധാരണ ഇൻവെസ്റ്ററും ഒരു സ്റ്റഡീഡ് ഇൻവെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു സയൻസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു 10 തൊട്ട് 15% വരെ കമോഡിറ്റിയിൽ വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അസറ്റ് അലോക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പറഞ്ഞാൽ എൻ്റെ ക്ലയൻസിനൊക്കെ അസറ്റ് അലോക്കേഷൻ പ്രകാരം ഏകദേശം 30% കമോഡിറ്റിയിലായി. അപ്പോൾ ഇപ്പം നമ്മൾ വിൽക്കാൻ പറയുമ്പോൾ പല ആൾക്കാർക്കും വിൽക്കാനായിട്ട് തോന്നണില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അഥവാ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ തന്നെ നിശ്ചയിക്കണം, ഓരോ മേഖല അതാണ് ഞാൻ നേരത്തെ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, എമർജൻസി ഫണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എമർജൻസി ഫണ്ട് ആണെങ്കിൽ നമുക്ക് ഗോൾഡിൽ വയ്ക്കാൻ പറ്റില്ല, ക്യാഷ് ആയിട്ട് വയ്ക്കണം. ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വയ്ക്കാം. 10 കൊല്ലം കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് വീട് വയ്ക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ ഈ അസറ്റിനെല്ലാത്തിനും വ്യത്യസ്ത സ്വഭാവമാണല്ലോ. നമ്മളെപ്പോഴും നോക്കണം, ഇക്വിറ്റിക്കും ഡെറ്റ് കമോഡിറ്റിക്കും വ്യത്യസ്ത സ്വഭാവമാണ്. അപ്പോൾ ഇക്വിറ്റിയുടെ റിസ്ക് ഹെഡ്ജ് ചെയ്യാനും റിസ്ക്
മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗോൾഡ് വെക്കുക. ഈവൻ ഗോൾഡിലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പലരും പോയിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഗോൾഡ് ബിസിനസ്സുകാരനാണ് നിങ്ങൾ കാശ് കൊടുക്കുന്നത്, ഗോൾഡ് വാങ്ങാനല്ല. അദ്ദേഹം ഗോൾഡ് വാങ്ങിയിട്ടില്ലെങ്കിൽ, ഗോൾഡിൻ്റെ പൈസ കൂടിയപ്പോൾ ചിലപ്പോൾ അതിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഗോൾഡ് ഉണ്ടാവില്ല തരാനായിട്ട്. ഇത് തന്നെയാണ് ഡിജിറ്റൽ ഗോൾഡിന് സംഭവിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഗോൾഡ് ഇപ്പോൾ സെബി വന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഉത്തരവാദിയല്ല കേട്ടോ എന്നുള്ളത്. ETF മ്യൂച്വൽ ഫണ്ടിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് എപ്പോഴും ഈ ഒരു സിറ്റുവേഷനുണ്ട്. അവിടെയാണ് ഇപ്പോൾ സാറ് നേരത്തെ ഞാൻ റെറയുടെ കാര്യം ഞാൻ നേരത്തെ മറന്നുപോയി പറയാനായിട്ട്. അപ്പോൾ എപ്പോഴും റെഗുലേറ്ററി, ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തൊരു റെഗുലേറ്ററി സംവിധാനമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുന്ന സാധനങ്ങളിൽ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറായാൽ മതി. ഓരോ മേഖലയിലും ഏറ്റവും ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് പാലിക്കുന്ന സംവിധാനങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി സമീർ സാറോട് ചോദിക്കാം. നമ്മൾ ഇന്നത്തെ പല ചർച്ചയിലും വന്നതാണ് ഇസ്ലാമിക നിയമങ്ങൾ. ഇസ്ലാമിൽ സാമ്പത്തിക വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്കതൊരു റെസ്ട്രിക്ഷനായി പലതിലും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒന്നായിട്ട് തോന്നാറുണ്ട്. പക്ഷേ വേറൊരർത്ഥത്തിൽ നോക്കിയാൽ നമ്മളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക കൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഒന്ന് സംസാരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിക നിയമങ്ങൾ ദൈവദത്തമാണ്. ദൈവം എന്തിനാണ് നിയമങ്ങൾ തരുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യർ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ എന്തെങ്കിലും ബെനിഫിറ്റ് ദൈവത്തിന് നേടിയെടുക്കാനില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത് മനുഷ്യർ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ മനുഷ്യർക്ക് തന്നെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക എന്നതാണ്. അതല്ലെങ്കിൽ ദൈവം നിയമമുണ്ടാക്കിയത് തനിക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയല്ല, മനുഷ്യർക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക നിയമങ്ങളെ സമ്പൂർണമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളേഴ്സ് എത്തിച്ചേർന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് മൊത്തമായും സൂക്ഷ്മതലങ്ങളിലും വളരെ കൃത്യമായ ഒബ്ജക്റ്റീവുകളുണ്ട്. ആ ഒബ്ജക്റ്റീവുകൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് നേടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ മനുഷ്യരെ ബാധിക്കുന്ന എന്തെങ്കിലും ഉപദ്രവങ്ങൾ, അപകടങ്ങൾ അത് തടയുകയോ ചെയ്യുക എന്നതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട പഠന ശാഖ തന്നെ ഇസ്ലാമിക് ഡിസിപ്ലിൻസിൽ വളരെ ഇപ്പോൾ ഫെമിലിയറാണ്. ഏറ്റവും കൂടുതൽ റിസർച്ചുകളും പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു മേഖലയിലാണ്. മക്കാസിദു ശരിയ, ഹയർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇസ്ലാമിക് ലോ എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിലാണ്. അപ്പോൾ ഈ ബേസ് ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വിശ്വാസത്തിൻ്റെ പുറത്തല്ലാതെ ഇസ്ലാമിക നിയമങ്ങളെ പുറത്തു നിന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും നമുക്കത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പലിശ തീർത്തും ഒരു ചൂഷണോപാധിയാണ് എന്ന കാര്യത്തിൽ ലോകത്താർക്കും സംശയമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പലിശ ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, നിരോധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അടിസ്ഥാനപരമായി ചൂഷണമാണ് എന്നതുകൊണ്ടാണ്. അതേ സമയത്ത് നമുക്ക് ചോദിക്കാം, പലിശയിൽ ബെനിഫിറ്റ് ഇല്ലേ എന്ന് ചോദിക്കാം. ബെനിഫിറ്റ് ഉണ്ട് പലിശയിൽ. പക്ഷേ ഇസ്ലാം അതിനെ നിരീക്ഷിക്കുന്നത് പലിശ കൊണ്ട് ഉണ്ടായേക്കാവുന്ന ബെനിഫിറ്റ് പേഴ്സണൽ ബെനിഫിറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പലിശ കിട്ടുന്ന ആൾക്ക് പേഴ്സണലി ഉണ്ടാകുന്ന ബെനിഫിറ്റാണ് പലിശ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഉണ്ടാകുന്നത്. അതേ സമയത്ത് സൊസൈറ്റിയെ വെച്ച് നോക്കുമ്പോൾ അത് ഹാംഫുള്ളാണ്, സൊസൈറ്റിക്ക് അത് ഹാംഫുള്ളാണ്. അപ്പോൾ പേഴ്സണൽ ബെനിഫിറ്റും സോഷ്യൽ ഹാമും വരുന്നിടത്ത് സോഷ്യൽ ഹാമിനെ തടയാനുള്ള നിയമവും നിലപാടും എടുക്കുക എന്നതാണ് ഇസ്ലാമിലൊരു ബേസ്. അപ്പോൾ പേഴ്സണൽ ബെനിഫിറ്റിനെ കോംപ്രമൈസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ തടയുകയും സോഷ്യലി ഉണ്ടാകുന്ന ഹാമിനെ തടയുകയും ചെയ്യുക എന്നതാണ്. ഈ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും ഉണ്ടാവുക. അപ്പോൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു അടിസ്ഥാനമാണ്. അള്ളാഹു ഹലാലാക്കിയത് മുഴുവൻ മനുഷ്യർക്ക് ഗുണകരമായ കാര്യങ്ങളാണ്, അള്ളാഹു ഹറാമാക്കിയത് മുഴുവൻ മനുഷ്യർക്ക് ഉപദ്രവകരമായ കാര്യമാണ്. ഈ ബേസിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ റെസ്ട്രിക്ഷൻ. അതിൽ പിന്നെ പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവുമോ ഇല്ലയോ എന്നുള്ളിടത്താണ് പ്രശ്നം. അതിൽ വിശ്വാസി സമൂഹം എപ്പോഴും
മനുഷ്യർ എന്നുള്ള നിലക്ക് നമ്മുടെ അറിവിനും നമ്മുടെ ലോജിക്കിനും പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന നമ്മുടെ തന്നെ അനുഭവത്തെ അംഗീകരിക്കുകയും എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിന് കുറവുകളില്ല, അള്ളാഹുവിൻ്റെ ലോജിക്ക് പിഴക്കുകയില്ല എന്നതിൽ വിശ്വാസം രേഖപ്പെടുത്തി അള്ളാഹു ഒരു റൂളിംഗ് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ആ റൂളിങ്ങിലാണ്, ആ നിയമത്തിലാണ് ആത്യന്തികമായി നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് എന്ന് മനസ്സിലാക്കുകയുമാണ് ഒരു വിശ്വാസി ചെയ്യുക. അപ്പോൾ കേവലമായ ലോജിക്കൽ ക്വസ്റ്റ്യൻ കൊണ്ട് ഖുർആനിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഒരു റൂളിങ്ങിനെ നമുക്ക് മറികടക്കാൻ പറ്റൂല, വിശ്വാസി സമൂഹത്തിന് മറികടക്കാൻ പറ്റൂല. അപ്പോൾ അത് ഹറാമാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് ഇത്രയും യൂസ്ഫുൾ ആണല്ലോ എന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംശയരഹിതമായ ഗണ്യതമായ ഒരു റൂളിംഗ് ആണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് എങ്കിൽ പിന്നെ ആരെന്ത് ലോജിക്ക് ഉപയോഗിച്ച് അതിന് എന്ത് ബെനിഫിറ്റ്സ് മുന്നോട്ട് വെച്ചിട്ടും കാര്യമല്ല. അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ലോജിക്കിൽ, അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽ, യുക്തിയിൽ അതിന് അൾട്ടിമേറ്റായി ഒരു ഹാമോ ഒരു ബെനിഫിറ്റോ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ ബെനിഫിറ്റ് നേടിയെടുക്കാനോ അല്ലെങ്കിൽ ആ ഉപദ്രവം തടയാനോ ആണ് ദൈവം അതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഗണ്യതമായിട്ട് തന്നെ നിയമം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിലെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസപരമാണ്. ആ വിശ്വാസപരമാകുന്നത് പക്ഷേ ലോജിക്കലാണ്, വെറുതെ അന്ധമായി വിശ്വസിക്കുന്നതല്ല. എൻ്റെ അറിവിന് ലിമിറ്റേഷൻസ് ഉണ്ട്, എൻ്റെ ലോജിക്ക് അതുകൊണ്ട് തന്നെ പിഴക്കാം. ലോകത്തുള്ള ഏത് മനുഷ്യൻ്റെയും അറിവിൻ്റെയും ലോജിക്കിൻ്റെയും പ്രശ്നം അതാണ്. അതേസമയത്ത് അറിവിൻ്റെ കാര്യത്തിലും ലോജിക്കിൻ്റെ കാര്യത്തിലും ലിമിറ്റേഷൻസ് ഇല്ലാത്തയാളാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇങ്ങനെ നിയമം പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമത്തിന് നമ്മൾ വഴങ്ങുന്നതാണ്. ഈ ലോജിക്കലാണ് ഇസ്ലാമികയിലെ റൂളിങ്സിനെ, ഇതുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നതാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇനി ഷമീൽ സജ്ജാദ് സാഹിബിനോടാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് അതേപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഷെയറുകളും നമുക്ക് എടുക്കാൻ പറ്റില്ല, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്? അസ്സലാമു അലൈക്കും, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ സംഗതികൾ വളരെ മനോഹരമായിട്ട് നിഖിൽ സാർ ഇവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് ഞാൻ കാണുന്ന വീഡിയോ അദ്ദേഹം ശരിയ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്. അത് യാദൃച്ഛികമായിട്ട് എൻ്റെ ഫീൽഡിലേക്ക് വന്നതാണ്. അങ്ങനെയാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ഫേസും അദ്ദേഹത്തിൻ്റെ വീഡിയോസും ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടു, റെഗുലറായിട്ട് ഫോളോ ചെയ്യാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബർ കൂടിയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ സംഗതികൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ബേസ്. അത് നമ്മൾ കുറച്ചും കൂടിയും ഒരു ഇസ്ലാമികമായിട്ടുള്ള ബേസിൽ നിന്ന് സമീപിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വിശദീകരണം ആ കാര്യത്തിൽ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നു. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സ്റ്റോക്സിൻ്റെ ശരിയ സ്ക്രീനിങ് എന്ന് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി കോണ്ടെക്സ്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതിന് ഒരു ബേസിക് റൂൾ, മാക്സിം, സമീർ സാഹിബ് പറഞ്ഞതുപോലെ ഒരു കായിദ ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ അൽ-ലറൂറാത്തു തുബീഹുൽ മഹ്ലൂറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസസിറ്റീസ് വിൽ ലെസൻ ദ ഡിഗ്രി ഓഫ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ അബ്സല്യൂട്ടായിട്ടുള്ള സ്ഥിതിയെ നെസസിറ്റി, അത്യാവശ്യങ്ങൾ, അത്യാവശ്യ ഘട്ടങ്ങൾ അതിനെ ലഘൂകരിക്കും, നന്നേ ചുരുങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലോബലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് ലോകത്തുടനീളം നിലനിൽക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ കഠിനമായി നിരോധിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അത് വാങ്ങുന്നതും കൊടുക്കുന്നതും, ആക്കിലഹു വ മൂക്കിലഹു വ ഷാഹിദഹു വ കാത്തിബഹു, അത് വാങ്ങുക, കൊടുക്കുക, അതിന് വിറ്റ്നസ് ചെയ്യുക, അതിൻ്റെ രേഖകൾ എഴുതുക, ഇതെല്ലാം ഇസ്ലാം വളരെ
കൃത്യമായിട്ടും കഠിനമായിട്ടും നിരോധിച്ച സംഗതിയാണ്. അതെല്ലാം ആളുകൾക്കും അറിയുന്ന സംഗതികളാണ്. പക്ഷേ ഒരു സംഗതി നമുക്കൊരിക്കലും ഒഴിവാക്കാനാവാത്ത വിധം വ്യാപിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം എല്ലാവരും SB അക്കൗണ്ടുള്ള ആളുകളാണ്. നമുക്കെല്ലാവർക്കും ബേസിക്കലി ഒരക്കൗണ്ടെങ്കിലും ബാങ്കിലുണ്ടാകും. ആ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്, അത് SB അക്കൗണ്ട് ആണെങ്കിലും കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ FD ആണെങ്കിലും റിക്കറിങ് ഡെപ്പോസിറ്റ് ആണെങ്കിലും അതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ടോട്ടൽ ബാലൻസിലാണ് ബാങ്ക്സ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ടോട്ടൽ അവൈലബിൾ ബാലൻസിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് നടക്കുക ബാങ്ക്സിൽ. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക്സ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നില്ല, അതുപോലെ നമ്മൾ പൈസ ബോധപൂർവം ബാങ്കിന് പലിശ കിട്ടുന്നതിന് വേണ്ടി ഇഖ്തിയാറോടുകൂടി ബാങ്കിന് നൽകുന്നില്ല എന്നൊന്നും പറയുന്നതിൽ യഥാർത്ഥത്തിൽ ഫൈനാൻഷ്യലി വലിയ കാര്യമൊന്നുമില്ല. ബാങ്ക്സിന് വേണ്ടത് ഡെപ്പോസിറ്റ് മൊബിലൈസേഷനാണ്. അതിന് നമ്മളുടെ പൈസയുമുണ്ട്. അത് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ഒരു ഭാഗവുമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക്സ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബാങ്കിൽ കിടക്കുന്ന പൈസ എന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും അക്സെപ്റ്റബിളാണ് ഇക്വിറ്റി. ഇസ്ലാമിക ദൃഷ്ട്യാ ഇക്വിറ്റി എന്ന് പറയുന്നത് ലാഭനഷ്ട പങ്കാളിത്തമാണ്. അപ്പോൾ ഇസ്ലാമിലൊരു ബേസ്, ഇപ്പോൾ സമീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ അത് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കായികകൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഒരാളെ ലാഭത്തിന് എൻടൈറ്റിൽ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നഷ്ടമെടുക്കാനുള്ള സന്നദ്ധതയാണ് എന്ന ഒരു മാക്സിം അദ്ദേഹം പറഞ്ഞു. അത് പല രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. അൽ ഖറാജ് ബിൽ ലമാൻ എന്നൊരിടത്ത് നമുക്ക് കാണാം. ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ് പ്രോഫിറ്റ്, വരുമാനം. നിങ്ങൾക്ക് ഇക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഉത്തരവാദിത്വം എടുക്കുന്നത് കൊണ്ട് മാത്രം കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ, ഉത്തരവാദിത്വം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കച്ചവടത്തിൽ സ്വാഭാവികമായി ഉൾക്കൊണ്ടിട്ടുള്ള അൺസർട്ടനിറ്റി, നഷ്ടസാധ്യതയെ അഭിമുഖീകരിക്കാനും ധൈര്യപൂർവ്വം കച്ചവടം ചെയ്യാനുമുള്ള സന്നദ്ധതയ്ക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ലാഭം. അതിൽ പരിധിയൊന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ചില സംഗതികളിലൊക്കെ ഒരുപാട് ലാഭം കിട്ടും. അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഡെപ്റ്റ് എന്ന് പറയുന്ന വളരെ കർശനമായി നിരോധിച്ചിട്ടുള്ള സംഗതിയേക്കാൾ ഇസ്ലാമിക ദൃഷ്ട്യാ സ്വീകാര്യമായൊരു സംഗതിയാണ്. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. സെക്കൻഡറി മാർക്കറ്റിലാണ് വ്യാപാരം നടക്കുക. പ്രൈമറി മാർക്കറ്റിൽ കമ്പനീസ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അവിടെ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു, കമ്പനികൾ അത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. നമ്മൾ ഇന്ന് പറയുന്ന ശരിയ സ്ക്രീനിങ് നോംസ് എന്ന് പറയുന്ന സെക്കൻഡറി മാർക്കറ്റ് റൂൾസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഓഹരികൾ വാങ്ങാനും വിൽക്കാനും ഉള്ള റൂൾസിനെയാണ് നമ്മൾ ശരിയ സ്ക്രീനിങ് നോംസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിഖിൽ സാറ് വളരെ മനോഹരമായി വിശദീകരിച്ചതുപോലെ ബിസിനസ് സ്ക്രീനിങ് ആണ്. എന്ത് പർപ്പസിന് വേണ്ടിയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് കമ്പനിയുടെ റൈസൺ ഡിട്രെ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, വൈ ദാറ്റ് കമ്പനി ഹാസ് കം ഇൻ ടു എക്സിസ്റ്റൻസ്. അത് ഈ പറഞ്ഞതുപോലെ ബാങ്കിങ് ബിസിനസ് നടത്താനാണെങ്കിൽ, ബാങ്കിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ പലിശാധിഷ്ഠിതമായിട്ടുള്ള ബാങ്കിങ് ബിസിനസ്, അതുപോലെ ഇസ്ലാം അംഗീകരിക്കാത്ത ഇൻഷുറൻസ് ബിസിനസ്. ഇസ്ലാമിലൊരു ഇൻഷുറൻസ് കോൺസെപ്റ്റ് ഉണ്ട്, തക്കാഫുൽ, കോപ്പറേറ്റീവ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് കനോട്ട് ബി എ സബ്ജക്ട് മാറ്റർ ഓഫ് ബിസിനസ് കോൺട്രാക്ട്സ് എന്നുള്ളത് ഇസ്ലാമിലൊരു തത്വമാണ്. പക്ഷേ ഇന്നത്തെ ഇൻഷുറൻസ് കമ്പനികൾ അതാണ്. അതിൻ്റെ ഓഹരികൾ, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ ഓഹരികൾ കൃത്യമായിട്ടും ഇസ്ലാം ഹറാമാക്കിയ, സമീർ സാഹിബിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധം വ്യക്തമായും ഹറാമായ സംഗതികൾക്ക് വേണ്ടി ഉണ്ടായ കമ്പനികളാണെങ്കിൽ പിന്നെ അതിൻ്റെ ഓഹരികൾ പർച്ചേസ് ചെയ്യാൻ പറ്റുകയില്ല. താവനു അലൽ ബിർരി വ തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ തിന്മയിൽ ഒരിക്കലും സഹകരിച്ചു പോകരുത് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഇനി അങ്ങനെ ഹലാലായ സംഗതിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു കമ്പനിയുടെ ഓഹരി തന്നെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൽ റിബ, ഖറർ, മൈസിർ എന്ന് പറയുന്ന മറ്റ് നിരോധനങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സ്ക്രീനിങ് കൂടി നടത്തേണ്ടതുണ്ട്. ആദ്യത്തെ സ്ക്രീനിങ്, അതിന് ഫൈനാൻഷ്യൽ ആദ്യത്തേത് ബിസിനസ് സ്ക്രീനിങ് ആണ്. പിന്നെ 3 ഫൈനാൻഷ്യൽ സ്ക്രീനിങ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഫൈനാൻഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്
ഓഹരിയിൽ കടത്തിൻ്റെ അളവ് എന്ത്? ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കടം രണ്ട് തരം ഉണ്ടാവും. ഒന്ന് പലിശാധിഷ്ഠിതമായിട്ടുള്ള കടം ഉണ്ടാവും. ഇസ്ലാമിക് ബാങ്കുകൾ നിലവിലുണ്ടെങ്കിൽ പലിശയില്ലാത്ത കടവും ഉണ്ടാകും, നോൺ പ്രോഫിറ്റ് ലോണും ഉണ്ടാകും. ഇതിൽ രണ്ടിനും രണ്ട് ട്രീറ്റ്മെൻറ്റാണ്. പലിശാധിഷ്ഠിതമായിട്ടുള്ള കടം ലോകത്തുടനീളം പ്രചാരത്തിലുള്ള സ്ക്രീനിങ് നോംസ് വെച്ചുകൊണ്ട് 1/3 കൂടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് 2 തരമേ ഉള്ളൂ. മൂന്നാമതൊരു തരമില്ല. ഒന്ന് ഡെപ്റ്റാണ്, ഒന്ന് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും പങ്കിടുന്ന ക്യാപിറ്റലാണ്. ഡെറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ക്യാപിറ്റലാണ്. ഇതിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 33% ഡെപ്റ്റ് ആണെങ്കിൽ ഡെപ്റ്റിൻ്റെ വെയിറ്റേജ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇക്വിറ്റിയുടെ വെയിറ്റേജ്, ഇതിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ ഓഹരികൾ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഈ വിൽക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തേത്. ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലിശ ഇല്ലാത്ത കടം തന്നെയാണെന്ന് വിചാരിക്കാം. പലിശ ഇല്ലാത്ത കടമാണ്. അപ്പോൾ 50%, 60%, 70% ഓഹരിയിൽ കടത്തിൻ്റെ അംശം 50%, 60%, 70% ഉണ്ടെങ്കിൽ അത് ആർബിട്രറി വാല്യൂസിൽ സെക്കൻഡറി മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാമികമായിട്ട് അതിലും റെസ്ട്രിക്ഷൻ ഉണ്ട്. ബൈ ദെയിൻ എന്ന് പറയുന്ന മറ്റൊരു റൂളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരിയിൽ കടത്തിൻ്റെ അംശം കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ 10 റുപ്യ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരി നിങ്ങൾക്ക് 100 രൂപക്കോ 200 രൂപക്കൊക്കെ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലാഭം എടുത്തുകൊണ്ട് വിൽക്കാൻ പറ്റിയ അസറ്റ്സ് മാത്രമാണ് ഇസ്ലാമിൽ. കടം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നുള്ളത് റൂളാണ്. അപ്പോൾ കടത്തിൻ്റെ അംശം രണ്ടാണെങ്കിലും ഇന്നത്തെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ നോംസ് അനുസരിച്ച് 1/3 കുറയുക എന്നുള്ള, അത് പലിശാധിഷ്ഠിതമായിട്ടുള്ള കടത്തിൻ്റെ വ്യാപ്തി കൊണ്ടാണ് 1/3 എന്ന് പറയുന്നത് പലിശാധിഷ്ഠിതമായിട്ട് ലോണുകൾക്ക് ബാധകമാക്കുന്നത്. ഇനി പലിശാധിഷ്ഠിതമല്ലാത്ത ലോണുകളാണെങ്കിലും 1/3 എന്നുള്ള സ്ക്രീനിങ് നോം നിലനിൽക്കും. സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷന് നിങ്ങൾ പ്രൈമറി മാർക്കറ്റ് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണെങ്കിൽ കടത്തിൻ്റെ ഭാഗം മാറ്റി വെക്കുക, എന്നിട്ട് ബാക്കിയുള്ള അസറ്റ് നിങ്ങൾ ട്രാൻസാക്ട് ചെയ്യുക. കടം തുല്യമായിട്ട് എന്ത് ചെയ്താൽ മതി? ട്രാൻസാക്ട് ചെയ്താൽ മതി. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ അത് പോസിബിൾ അല്ല. കാരണം മാർക്കറ്റ് റേറ്റ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ആർബിട്രറി വാല്യൂസിലുള്ള ട്രാൻസാക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1/3 കടം താഴ്ന്നിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പെർസെൻറ്റേജ് ആണ്. അത് സൊർഫിൻ്റെ നിയമമാണ്. ഫിക്കോയിൽ അത് സൊർഫിൻ്റെ എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യുമ്പോൾ തുല്യമായിട്ട് മാത്രമേ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 100 രൂപയുടെ ഒരു നോട്ട് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും മറ്റൊരാൾക്ക് നൽകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 110 രൂപയോ 95 രൂപയുടെ മൂല്യം ഇങ്ങോട്ട് വരാൻ പാടില്ല. കാരണം റിബവി ആയിട്ടുള്ള ഐറ്റംസിലും അതുപോലെ തന്നെ പണത്തിലും എപ്പോഴും ട്രാൻസാക്ഷൻ തുല്യ അളവിലായിരിക്കണം. അല്ലെങ്കിൽ അത് പലിശയിലേക്ക് വഴിവെക്കും എന്നുള്ളത് കൊണ്ട് അതിനെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഹരിയിൽ പരിഗണനീയമായ സംഗതി എന്ന് പറയുന്നത് പണമോ പണത്തിൻ്റെ ഇക്വിവാലൻസോ ആണെങ്കിൽ, ഒരു ഉദാഹരണം പറയാം മനസ്സിലാവാനാണ്. നമ്മളൊരു ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഒരു 100 കോടി രൂപ മൂലധനം സമാഹരിച്ചു. അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ആ അവസ്ഥയിൽ നിങ്ങൾ ഷെയർസ് ഇഷ്യൂ ചെയ്തു. ആ ഷെയർസ് സെക്കൻഡറി മാർക്കറ്റിലേക്ക് പോയി. സെക്കൻഡറി മാർക്കറ്റിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഈ അവസ്ഥയിൽ 12 രൂപക്കും 13 രൂപക്കും 8 രൂപക്കും കച്ചവടം നടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തിൻ്റെ കച്ചവടമാണ് അവിടെ നടക്കുന്നത്? ബാങ്കിലുള്ള നിങ്ങൾ സമാഹരിച്ചു വെച്ച പണത്തിൻ്റെ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫങ്ഷനിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ പരിഗണനീയമായ തോതിൽ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാകണം. ആ ഫിക്സഡ് അസറ്റ്സിൻ്റെ കച്ചവടമേ സെക്കൻഡറി മാർക്കറ്റിൽ നടക്കാവൂ, പണത്തിൻ്റെ കച്ചവടമാകരുത്. പക്ഷേ ഭൂരിഭാഗവും ഒരു കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുന്നത് നോൺ ലിക്വിഡ് അസറ്റ്സ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഇക്വിവാലൻസിൻ്റെ ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. അത് ചില സ്ക്രീനിങ് നോംസ് അതിനെ 50% എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്, ചിലത് 90% എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഏതെങ്കിലും ഒരു സ്ക്രീനിങ് പ്രിൻസിപ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യുക. മൂന്നാമത്തേത് അവസാനത്തേതെന്ന് പറയുന്നത് ഒരു കമ്പനി ഇന്നത്തെ ഇൻട്രസ്റ്റിന് ഡോമിനൻസ് ഉള്ള സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇൻസിഡൻ്റലായിട്ട് എന്തായാലും അതിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഇൻകം വരാനുള്ള സാധ്യത ഉണ്ട്. ഇല്ല എന്ന് നമുക്ക് 100% തള്ളിക്കളയാൻ പറ്റില്ല.
അത് ടോട്ടൽ റവന്യൂവിൻ്റെ 3% കൂടരുത് എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോൾ ഒരാൾ ചോദിക്കണം 3% പലിശ ഹലാലാവോ? ഹലാലാവൂല, ഒരിക്കലും ആവില്ല. 1/3 പലിശാധിഷ്ഠിതമായിട്ടുള്ള ലോൺ എടുക്കൽ ഹലാലാകുമോ? ഹലാലാവൂല. നേരത്തെ പറഞ്ഞല്ലോ അല്ലറൂറാത്തു തൊബീഹുൽ മഹ്ലൂറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് മാത്രമാണിത്. ഇത് കാര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ, കൂടുതൽ നല്ല സിസ്റ്റം ഉണ്ടായി വരുമ്പോൾ ഈ സ്ക്രീനിങ് നോംസ് ടൈറ്റൻ ചെയ്യും, എന്നിട്ട് ഐഡിയൽ ബേസിസിലേക്ക് ഇത് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3% കൂടരുത്. ഇതെല്ലാം പാലിച്ചു കഴിഞ്ഞാലും അവസാനം നിങ്ങൾ പെർജിങ് നടത്തണം. ഉദാഹരണത്തിന് നിങ്ങൾ ശരിയാ കംപ്ലൈൻറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ടോട്ടലി കിട്ടിയ റവന്യൂ എന്ന് പറയുന്നതിൽ ഒരു കമ്പനിക്ക് എത്ര പെർസെൻറ്റേജ് ഹലാൽ അല്ലാത്ത റവന്യൂ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റവന്യൂ ഉണ്ട് എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് അത് പെർജ് ചെയ്ത് ഒഴിവാക്കണം. അത് നിങ്ങൾക്ക് സ്വന്തം നിലക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല. ഇതാണ് മൊത്തത്തിൽ ഷെയർസിൻ്റെ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ബെയർ മിനിമമാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് അത് പറ്റില്ല, 3-1 ഞാൻ സ്വീകരിക്കുന്നില്ല, 0 ഡെറ്റ് കമ്പനീസിൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ സ്വീകാര്യമായൊരു പൊസിഷനാണ്. ഇന്ത്യയിൽ അത്യാവശ്യം 0 ഡെറ്റ് കമ്പനീസ് അവൈലബിൾ ആണ്. പിന്നെ ഇൻസിഡൻ്റലായിട്ടൊരു കാര്യം പറയട്ടെ, മൊത്തത്തിൽ ലോകത്തുള്ള കമ്പനികളുടെ ശരിയാ സ്ക്രീനിങ് ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടത്തിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശരിയാ കംപ്ലയൻറ്റ് ഷെയർസ് ഉള്ള രാജ്യം ഇന്ത്യയാണ്, മോർ ദാൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് എനി അതർ കൺട്രി എന്നുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു. ഏതായാലും വളരെ വിശദമായി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഷമീൽ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്ടർ നസ്രീന KK നമ്മോട് സംസാരിക്കും. നമ്മൾ ഈ പോൺസി സ്കീംസ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പല ഡാറ്റയും നോക്കിയാൽ സ്ത്രീകൾ ധാരാളം അതിൽ പെടുന്നതായി കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും. ശരിയാണ്, പോൺസി സ്കീമുകൾ ബേസ് ചെയ്തുള്ള അന്താരാഷ്ട്ര പഠനങ്ങളിലടക്കം സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരും ധാരാളമായി ഇരയാക്കപ്പെടുന്ന പഠനങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുമായിട്ട് നമുക്ക് പോപ്പുലേഷൻ വൈസ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ചൈന. 2021 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ആർട്ടിക്കിൾ പ്രകാരം ചൈനയിൽ അതായത് ചൈനയിലെ പബ്ലിക് സെക്യൂരിറ്റി ബ്യൂറോയുടെ ഡാറ്റ വെച്ചുകൊണ്ട് 4843 വിക്ടിംസിൻ്റെ ബേസിലുള്ള പഠനം നടത്തിയപ്പോൾ അതിൽ ജെൻഡർ, അതായത് സ്ത്രീകൾ കാര്യമായി ഇരയാക്കപ്പെടുന്ന ഒരു രീതി പോൺസി സ്കീമുകൾക്ക് കാണപ്പെടുന്നുണ്ട്. പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജനകീയമായ പോൺസി സ്കീമുകളിൽ സ്ത്രീകൾ പ്രധാനമായും വിക്ടിമൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഫ്രീക്വൻ്റ്ലി നമുക്ക് നമ്മുടെ നാട്ടിൽ അതിന് പോപ്പുലേഷൻ വൈസ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയുടെ കേസ് വെച്ച് നോക്കുമ്പോഴും ഫ്രീക്വൻ്റ്ലി സ്ത്രീകൾ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയം ഹൈലി എഡ്യൂക്കേറ്റഡായ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിഭാഗം സ്ത്രീകളും അതുപോലെ തന്നെ മറ്റു പല പോൺസി സ്കീമുകളിലും ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഹൗസ് വൈഫ്സ്, അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ലേഡീസും വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഏത് പോൺസി സ്കീമുകളെയും പോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും ലോവർ ലെയറിലുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആഘാതം ഏൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒരുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, സ്ത്രീകളെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഒരു നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്കാണ് മെയിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതായത് അഫിനിറ്റി ഫ്രോഡ് എന്ന് പറയും. ആളുകളുടെ കണക്ഷനുകൾ, ആളുകൾക്കുള്ള പരസ്പര ബന്ധങ്ങൾ, കുടുംബങ്ങളിലും സുഹൃത്ത് വലയത്തിലും അയൽവാസി വലയത്തിലും ഒക്കെയുള്ള ബന്ധങ്ങൾ മുതലെടുത്തുകൊണ്ടുള്ള പോൺസി
നിക്ഷേപ തട്ടിപ്പുകൾ ആണ് ഇത്തരത്തിൽ നമുക്ക് പ്രധാനമായും കാണാൻ പറ്റുക. അത് ഒരു നെറ്റ്വർക്ക്, ആളുകളുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ഒരു ദയനീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകളെ ചൂഷണം ചെയ്യാനുള്ള പല രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട പോൺജി സ്കീമുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്ത്രീകൾ കമ്പാരിറ്റീവ്ലി ലിറ്ററസി വൈസ് നോക്കുമ്പോഴും ഫിനാൻഷ്യൽ ലിറ്ററസി വൈസ് നോക്കുമ്പോഴും ഒരു ഗ്യാപ്പ് സ്ത്രീകളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു എഫക്റ്റ് പ്രധാനമായും ഫിനാൻഷ്യൽ റിസ്ക് അനലൈസ് ചെയ്യുന്നിടത്ത് ആ ഒരു ഗ്യാപ്പ് വല്ലാത്ത രീതിയിൽ സ്ത്രീകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ കോമൺ ആയിട്ട് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പല തട്ടിപ്പുകൾ പോലും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോയി ചാടുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ റീസൺ തന്നെയാണ്. പ്രത്യേകിച്ച് അവരനുഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, ഒരു എമ്പതി, ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ആ ഒരു കാര്യങ്ങളിലുള്ള കോൺട്രിബ്യൂഷൻ തങ്ങളുടേതായ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല എന്നുള്ള ഒരു ഗിൽട്ടിൽ പ്രധാനമായും ഉള്ള അസറ്റ് ഈവൻ ഗോൾഡ് പോലും എടുത്തുപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ പോയി ചാടുന്ന, അതായത് ഫാമിലിക്ക് ഒരു ഇൻകം ഏൺ ചെയ്യണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും അത്തരത്തിൽ ആ ഒരു സംഗതിയിലേക്ക് അങ്ങനെ ആ ഒരു എംപതി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോഷ്യൽ നെറ്റ്വർക്കിലുള്ള ആളുകളെ അവർ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ രീതിയിൽ ചെന്ന് ചാടുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടാകും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടാർഗറ്റഡ് സ്കീമുകൾ. അതിൽ പ്രധാനമായും സ്ത്രീകളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പോൺജി സ്കീമുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ലേറ്റസ്റ്റ് ആണ് നേരത്തെ ഋഷിരാജ് സിംഗ് സർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞിരുന്നു, കേരള CSR ഫണ്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കാം. ആ ഒരു സ്കാമിലൊക്കെ സ്ത്രീകളെ തന്നെ ബെനിഫിഷ്യറീസ് ആയിക്കൊണ്ടുള്ള നിക്ഷേപ പദ്ധതികൾ അല്ലെങ്കിൽ സ്കീമുകളായിരുന്നു അത്. അതിൽ ഹിസ്റ്റോറിക്കലി പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പോൺജി എന്നുള്ള പേര് വന്നത് 1920s ചാൾസ് പോൺജി എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ ഒരു സ്കാമിൻ്റെ പേരിൽ. എന്നാൽ 1880 അമേരിക്കയിൽ പ്രധാനമായും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് സാറാ ഹുവേ എന്ന ഒരു ഒരു ലേഡീസ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്ന വലിയ ഒരു PR സ്റ്റണ്ടോടുകൂടി നടത്തിയ ഒരു ഡെപ്പോസിറ്റ് സ്കീമായിരുന്നു അത്. അത് വളരെ ചുരുക്കം മാസങ്ങൾക്കകം തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. ആ ഒരു ലേഡീസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിയത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന അർജന്റീനയിൽ നടന്ന വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണ് അതിന്, ഫെമിനിസ്റ്റ് പോൺജി സ്കീം എന്നാണ്. എന്ന് വെച്ചാൽ അതിൽ വളരെ വലിയ താരങ്ങളടക്കം സെലിബ്രിറ്റീസ് അടക്കം അതിൽ ഇരകളല്ല, അതിൽ അവരുടെ പബ്ലിസിറ്റി PR വർക്കുകളിൽ ഭാഗവാക്കായി പോയിട്ട് കേസിൽപ്പെട്ട അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. വെച്ചാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു നിശ്ചിത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കുകളിൽ ജോയിൻ ചെയ്യപ്പെടുകയും അതിലൂടെ ഒരു നിശ്ചിത തുക സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ, എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു $1,400 എങ്ങാനാണ്. അപ്പോൾ ആ ഡോളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കൊടുക്കുന്ന രീതിയിൽ വളരെ ക്ലെവർലി പിന്നെ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പോലും തട്ടിപ്പിനിരയാക്കി എന്നുള്ളത്. അതുപോലെ നൈജീരിയ പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രധാനമായും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ലേഡീസ്, അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ബേസ്ഡ് ആയിട്ട് കർണാടക ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള കേസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏത് സമയവും പല കമ്പനികളായി ഏത് സമയം പൊട്ടിപ്പൊളിയാൻ സാധ്യതയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ സ്ത്രീകൾ കാര്യമായിട്ട് ഇരകളാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിൽ എത്രത്തോളം ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും തൊട്ടടുത്ത ആൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ആ ഒരു അട്രാക്ഷനാണ് അതിൽ വളരെ ഭംഗിയായിട്ട് ഈ വരുമാനം കിട്ടുന്ന സോഴ്സ് കാര്യങ്ങളൊക്കെ പേഴ്സണലി ഞാൻ ചിലരോട് സംസാരിച്ചിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ട്, അതായത് ഈവൻ പ്രൊഫഷണൽസിനെ പോലും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്ചാതുര്യം അവർക്കുണ്ട്. ടീച്ചിങ് പ്രൊഫഷണൽസൊക്കെ അവരുടെ പ്രൊഫഷൻ നിർത്തിക്കൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് കടന്നു വന്ന കുറേ ഉദാഹരണങ്ങൾ അവർ പറഞ്ഞു. അതുപോലെ തന്നെ കേരള CSR ഫണ്ട് സ്കീമിൽ പേഴ്സണലി അറിയുന്ന ആദ്യത്തെ ഘട്ടത്തിൽ ബെനിഫിറ്റ് ലഭിച്ചു. സ്കൂട്ടറുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീനൊക്കെ പകുതി ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ആളുകൾക്ക് ലഭിക്കുകയും സംരംഭകരെ വളർത്തുന്ന ഒരു രീതി എന്നുള്ള രീതിയിലേക്ക് ഒരു PR വർക്ക് നടക്കുകയും ചെയ്തു. അതിൽ വലിയ വിഭാഗം, അതിൽ പേഴ്സണലി ചില ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു. അതായത് വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാംസ്കാരിക നേതാക്കന്മാരായിട്ടുള്ള ആളുകളടക്കം അവരുടെ ഫാമിലി ലേഡീസിന് വേണ്ടി വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത പെട്ടുപോയ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊന്നാണ് ഗോൾഡ് സ്കീമുകളിൽ സ്വർണം ഇരട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില ജ്വല്ലറികളൊക്കെ ഒരു വർഷത്തിൽ 20 പവൻ ഇൻവെസ്റ്റ് ചെയ്താൽ 2 പവൻ
അവർക്ക് ഒരു വർഷം കൊണ്ട് തന്നെ തിരിച്ച് പ്രോഫിറ്റായിട്ട് അഡീഷണൽ കൊടുക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ എനിക്ക് പേഴ്സണലി അറിയുന്ന കുടുംബ വൃത്തങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചിലരെയൊക്കെ പിന്തിരിപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. ചില ഏത് നിമിഷവും പൊട്ടിപ്പൊളിയാൻ സാധ്യതയുള്ള, നമുക്ക് നേരിട്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില പോൺസി സ്കീമുകളിൽ സ്ത്രീകൾ ഇരയാവുന്നുണ്ട്. പേഴ്സണലി കണ്ട വേറൊരു നേരിട്ടൊരു വല്ലാത്തൊരു അനുഭവമായി തോന്നിയത്, നമ്മൾ വിചാരിക്കും കേരളത്തിലെ ഒരു ലിറ്ററസി അല്ലെങ്കിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ പറ്റിക്കപ്പെടുന്നു എന്നുള്ളത്. എൻ്റെ ഒരു പഠനത്തിൻ്റെ സർവേയുടെ ഭാഗമായിട്ട് ബീഹാറിലൊരു സ്ലം ഏരിയയിൽ, പേര് ഭാരി ഭവൻ എന്ന് പറയുന്ന, അബ്ദുൽ ഭാരി ഭവൻ എന്ന് പറയുന്ന ഒരു സ്ലം ഏരിയയിൽ 100% മുസ്ലിം പോപ്പുലേഷനുള്ള 100 കുടുംബങ്ങളോളം, അതായത് 500-ലധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്, ഗവൺമെൻറ് ഷെൽട്ടറാണ്. അതിൽ ആളുകൾ 2002 വലിയ, അവിടെ വെച്ചാൽ ദിവസം 200 രൂപ, സ്ത്രീകളൊക്കെ അടക്കം ജോലിക്ക് പോകുന്നവരാണ്. ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ക്ലോത്തുകൾ റീഫർബിഷ് ചെയ്തിട്ട് കൊടുക്കുന്ന ജോലിയാണ് അവിടെ മെയിൻ എല്ലാവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് പകരമായിട്ട് സ്റ്റീൽ പാത്രങ്ങൾ വിൽക്കുന്ന ജോലിയാണ്. ഒരു ദിവസം 200 രൂപ വരുമാനം കിട്ടുന്ന ആളുകൾ, എനിക്ക് അവരുടെ സേവിങ് ബിഹേവിയർ ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റഡായി തോന്നിയതായിരുന്നു. വെച്ചാൽ ലേഡീസ് അടക്കം 200 രൂപ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 100 രൂപ സേവ് ചെയ്യുന്ന ശീലമുള്ള ആളുകളാണ് ഇപ്പോൾ. അതിന് കാരണം അവിടെ ഒരു പലിശരഹിതമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ അവരുടെ ബ്രാഞ്ച് തുടങ്ങുകയും ആ രീതിയിൽ സേവിങ് ബിഹേവിയർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിന് മുന്നേ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 ഒരു ചിറ്റ് ഫണ്ട്, എലിയാസ് ചിറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ചിറ്റ് ഫണ്ട് കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും അവർ അവിടെയുള്ള ജനങ്ങളുടെ അതുവരെയുള്ള കംപ്ലീറ്റ് സേവിങ്സ്, ഇൻക്ലൂഡിങ് മെൻ ആൻഡ് വിമൻ, എല്ലാവരുടെയും സേവിങ്സ് മുക്കിക്കളഞ്ഞ ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷം. അത് നേരിട്ട് അതിൻ്റെ ഒരു ആഘാതം അവിടെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതിൻ്റെ കുറേ ആഘാതം വർഷങ്ങളോളം അവർ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് സ്ത്രീകൾ ഇടപെടുന്ന ഈ രീതി, സ്ത്രീകൾ ഇരകളാക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ നേതൃത്വം വഹിക്കുന്ന ഇത്തരം പോൺസി സ്കീമുകൾക്ക് അതിൻ്റെതായ ഒരു സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹലോ, ഇനി ഇൻട്രാക്ഷനുള്ള അവസരമാണ്. ഓഡിയൻസ് ഇതുവരെയും ഏകപക്ഷീയമായി കേട്ടു നിൽക്കുകയാണ്. ഇവിടെയുള്ള ആളുകളോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് ഇനി. അസ്സാം വലൈക്കും. ഞാൻ സജ്ജാദ് സാറോട് ഒന്ന് ചോദിക്കാനുള്ളതാണ്. ലിക്വിഡ് ക്യാഷ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മൾ 100 രൂപ കൊടുത്താൽ 100 രൂപ തന്നെ ഇങ്ങോട്ട് തരണമെങ്കിലതാണല്ലോ ഇസ്ലാമിക നിയമം. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്താക്കും? ഈ ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, ഇപ്പം 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് 110 രൂപ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ടേലി ചെയ്യാൻ എന്താ ചെയ്യാങ്കരുതാണ്. ഓക്കെ, നിങ്ങൾ ചോദിച്ചത് എന്താ വെച്ചാൽ ഒരാൾ കടം കൊടുത്തു, അതെ, കടം കൊടുത്ത കോണ്ടെക്സ്റ്റിലല്ലേ ചോദിക്കണം? അതെ അതെ, അപ്പോഴല്ലേ അത് ബാധിക്കുള്ളൂ. അതെ അതെ. അപ്പൊ ഇൻഫ്ലേഷൻ കൊണ്ട് ഇയാൾക്ക് നഷ്ടമുണ്ടാകുന്നു. ഇപ്പോൾ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് കടം തിരിച്ചു കിട്ടുന്നതെങ്കിൽ കുറഞ്ഞ മൂല്യമാണ് കിട്ടുക. അതെ അതെ എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കടം കൊടുക്കുന്ന ആളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾ കടം കൊടുക്കാണ്ട് ബാങ്ക് അക്കൗണ്ടിൽ വെച്ചാലും ഇൻഫ്ലേഷൻ നിങ്ങളുടെ പൈസയുടെ മൂല്യം കുറക്കും. ഈ കടം കൊടുക്കുന്നത് മാത്രമല്ല, എവിടെ നമ്മൾ ലിക്വിഡ് ക്യാഷ്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പ്രശ്നം കടം കൊടുക്കുന്നവരിലേക്ക് ബന്ധപ്പെടുത്തി പറയേണ്ടതില്ല. ഞാനതാ പറഞ്ഞത്. നിങ്ങൾ കടം കൊടുക്കുന്ന ആളായിക്കോട്ടെ, സേവ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇല്ലെങ്കിലും യു ആർ ലൂസിങ്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് തന്നെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇക്കോണമിയുടെ സൃഷ്ടിയാണ്. ഓക്കെ, ഫിയറ്റ് മണി വന്നതിന് ശേഷമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ലോകത്ത് ഉണ്ടാകുന്നത് തന്നെ. നമ്മളുടെ ഗോൾഡ് കോയിൻസും സിൽവർ കോയിൻസും ഉള്ള ഒരു മോണിറ്ററി സിസ്റ്റത്തിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നില്ല. കാരണം ഗോൾഡ് കോയിനിൽ എന്താണോ ഗോൾഡിൻ്റെ കണ്ടൻറ്റ് അത് തന്നെയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ. പിന്നെ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്തു? ഫുൾ റിസർവ് സിസ്റ്റം കൊണ്ടുവന്നു. ഒരു ഗവൺമെൻറ് പേപ്പർ കറൻസി പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് തുല്യമായ അളവിലുള്ള ഗോൾഡ് സെൻട്രൽ ബാങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് തത്തുല്യമായിട്ടുള്ള പേപ്പർ കറൻസി പ്രിൻ്റ് ചെയ്യുക. പിന്നെ ഫ്രാക്ഷണൽ റിസർവ് സിസ്റ്റം ആക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കറൻസി പ്രിൻ്റ് ചെയ്യുന്നുണ്ടോ അത്ര ഗോൾഡ് വേണ്ട, അതിൻ്റെ ഒരു ഫ്രാക്ഷൻ അവിടെ വെക്കും. ഇപ്പോൾ അതുമായിട്ട് യാതൊരു കോറിലേഷനും ഇല്ലാത്ത കറൻസി പ്രിൻറ്റിംഗ് ആണ് നടക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഡിസൈഡ് ചെയ്യണം എന്ത്?
ഇൻഫ്ലേഷൻ റേറ്റ് എവിടെ നിർത്തണം, ഡെപ്പോസിറ്റ് റേറ്റ് എവിടെ നിർത്തണം, ഇൻഫ്ലേഷണറി ഇക്കോണമിയാണോ വേണ്ടത്, ഡിഫ്ലേഷണറി ഇക്കോണമിയാണോ വേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യാണ് മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിന് പകരമാകുന്നില്ല എന്ത്, പലിശ. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റിന് തുല്യമായിരിക്കണം പലിശ, ആണോ? അല്ലല്ലോ. ഇൻഫ്ലേഷൻ റേറ്റ് 7 ആണെങ്കിൽ 7 തന്നെയാണോ എല്ലാ സമയത്തും ഇക്കോണമിയിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ കോമ്പൻസേഷൻ അല്ല ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് വേറൊരു പ്രശ്നമാണ്, അത് എല്ലാവരെയും ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. കടം കൊടുക്കുന്ന ആളിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇൻഫ്ലേഷൻ്റെ ബേസിസിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ ന്യായീകരിക്കാൻ സാധിക്കുകയുമില്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. സമീർ സാഹിബിനോടാണ് ഒന്നിലൊരു ക്ലാരിറ്റി വേണ്ടത്. റിസ്ക് റിവാർഡ് ഒരു മാക്സിമം ആണെന്ന് പറഞ്ഞു, അതിനുശേഷം ഐറ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. ഐറ് എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്താണെന്നും ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ ഒരു ബിസിനസ്, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിലും അത് അനിശ്ചിതത്താണ്, പക്ഷെ അവിടെ റിസ്ക് റിട്ടേൺ ഉണ്ട്. സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിലും നേരത്തെ നിഖിൽ സാറ് പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ വാങ്ങുകയാണെങ്കിൽ നല്ല വോളറ്റൈൽ ഉണ്ടാവും നമുക്ക്, കാരണം മ്യൂച്വൽ ഫണ്ട് ഇൻട്രസ്റ്റ് ബാങ്കുകളൊന്നും വരാത്തത് കൊണ്ട്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റിയാണ് വേണ്ടത്, എന്താണ് ഈ ഐറും റിസ്ക് ആൻഡ് റിട്ടേൺ എന്നുള്ളത്. 1. 2, ഇപ്പോൾ 3% പെർമിസിബിൾ ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. പല സ്കോളേഴ്സും ചില ആപ്പിലൊക്കെ 5% കാണാം. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് പറഞ്ഞത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൽ ആ 3% നമ്മൾ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ 3% ഇൻട്രസ്റ്റ് കൊണ്ട് ചിലപ്പോൾ പ്രോഫിറ്റിൽ ചിലപ്പോൾ ഒരു 50%, ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു 20% ചിലപ്പോൾ ആ ബിസിനസ്സിനെ സംബന്ധിച്ച് അധികം ഇൻകം കിട്ടിയിട്ടുണ്ടാവില്ലേ ആ ഇൻട്രസ്റ്റ് കാരണമായിട്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അതില്ലേ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഡൗട്ട്. ഒന്നാമത്തത് ഗററ് എന്നാണ് അതിൻ്റെ പ്രയോഗം. ഗററ് എന്നതാണ് അതിൻ്റെ പ്രയോഗം. അത് റിസ്ക്കും അൺസർട്ടൈനിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉള്ള അനിശ്ചിതത്വം എന്ന് പറയുന്നത് അതിൽ റിസ്ക്കാണ്. ആ റിസ്ക് എടുക്കാൻ ഒരു ബിസിനസ്സുകാരൻ സന്നദ്ധമാകുന്നതാണ് അയാൾക്ക് അതിൽ ലാഭകരമാകുമ്പോൾ അയാൾക്കത് പറ്റാനുള്ളത് എന്നതാണ് നമ്മൾ പറഞ്ഞത്. അൺസർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗറർ എന്ന് പറയുന്നത് അതിനല്ല. ഇപ്പോൾ ബിസിനസ്, ഇപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി വിൽക്കാം എന്ന് കരുതി വാങ്ങി, അത് വിറ്റു പോകുമോ ഇല്ലേ എന്നതുണ്ടല്ലോ, അതതിൽ റിസ്ക്കാണ്, അതതിൽ ഗററല്ല, അതതിൽ അൺസർട്ടൈനിറ്റി. അൺസർട്ടൈനിറ്റി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഇടപാട് നടത്തുന്നു, ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തരുന്നു, തിരിച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് ഫിനാൻഷ്യലി എന്ന് തന്നെ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് ഇന്ന 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 പ്രൊഡക്റ്റ് കിട്ടും എന്നത് സെർട്ടൈൻ ആയിരിക്കണം. അതിലെനിക്ക് എന്തായത്, നിങ്ങൾ എനിക്കൊരു 5,000 രൂപയുടെ സാധനവും തരും, പിന്നെ ഇതിലേക്ക് നിങ്ങൾ ആളെ ചേർത്ത് കൊണ്ടുവന്നാൽ അവരിലൂടെ ബിസിനസ് ഉണ്ടായാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എത്ര കിട്ടും, ചിലപ്പോൾ എത്ര കിട്ടും, ചിലപ്പോൾ എത്ര കിട്ടും. അപ്പം എനിക്ക് 10,000 രൂപ ഞാൻ മുടക്കിയതിന് തിരിച്ച് എനിക്ക് കിട്ടേണ്ടുന്ന ബെനിഫിറ്റ് എന്താണ്, അൺസർട്ടൈനാണ്. അതെന്തില്ല, ചിലപ്പോൾ എനിക്ക് ഈ 5,000-ൻ്റെ പ്രൊഡക്റ്റ് കിട്ടി എന്നതല്ലാത്ത ഒന്നും കിട്ടിയില്ല എന്ന് വരും. കാരണം ഒരു മനുഷ്യനും ഇതിൽ ചേരുന്നില്ല എന്ന് വന്നു, ഒരു ബിസിനസ്സും അതിൽ നടക്കുന്നില്ല എന്ന് വന്നു. അതിനാണ് അൺസർട്ടൈനിറ്റി എന്ന് പറയുന്നത്. അതേ സമയത്ത് നിങ്ങൾ എനിക്ക് തന്നു, അതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞാൽ ഇടപാട് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം, ഇടപാടിലുള്ള 2 കക്ഷിക്കും എന്താണ് കിട്ടുക എന്നത് നോൺ ആയിരിക്കണം, സെർട്ടൈൻ ആയിരിക്കണം. അതാണത്. പിന്നെ നിങ്ങൾ രണ്ടാമത് ചോദിച്ച പലിശ, ആ 3% പലിശ എന്ന് പറയുന്നത് അത് പിന്നെ ഇതിൽ വലിയ എഫക്റ്റ് ചെയ്തോളണമെന്നില്ല. ഒരു ഫേമിൻ്റെ വരുമാനത്തിൽ വല്ലാത്തത് അത് മിക്കവാറും ഒരു സെക്യൂരിറ്റി എമൗണ്ട് ഒക്കെ ആയിട്ട് ബാങ്കിൽ നിർബന്ധമാണ്. അത് നിയമപരമായ നിർബന്ധിതാവസ്ഥയും ചിലതിന് അതിലുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫണ്ട് റൈസിങ് നടത്തിയാൽ മുഴുവൻ ഫേമിൻ്റെ ഓപ്പറേഷനിൽ ഇറക്കാൻ പറ്റൂല. ഒരു സെക്യൂരിറ്റി എമൗണ്ട് അവിടെ ഇത്ര % എന്നൊക്കെ റെഗുലേറ്ററി ആക്ട് പ്രകാരമൊക്കെ ഉണ്ടാകും. ഇത്ര ശതമാനം എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് കാണിക്കണം സെക്യൂരിറ്റി ആയിട്ട് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ബാങ്കിൽ കിടക്കുമ്പോൾ ആ പൈസ അതിൻ്റെ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ എന്ത് ചെയ്യും, അതിൻ്റെ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ഒരു കമ്പനിയുടെ മൊത്തം അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ
അതിൻ്റെ റവന്യൂസിൽ എന്തുണ്ടാവും? ബാങ്കിൽ നിന്ന് വന്ന ഇൻട്രസ്റ്റ് എമൗണ്ടും ഉണ്ടാകും എന്നതാണ്. അത് മൊത്തം ഇതിൻ്റെ റിട്ടേണിൻ്റെ 3% കൂടുതൽ ആകാൻ പാടില്ല, 5%. ഈ ശതമാനക്കണക്കിന് പ്രത്യേകമായിട്ട് ഇസ്ലാമികമായ ബേസ് ഒന്നുമില്ല. ഇത് നിർബന്ധിതാവസ്ഥയിൽ നിലവിലുള്ള എക്കണോമിക് സിറ്റുവേഷനിൽ പലിശ എത്രയധികം നമ്മുടെ എക്കോണമിയെ ബാധിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ച് അനുവദിച്ചു കൊടുക്കാവുന്ന, അല്ലാതെ ഇസ്ലാമികമായിട്ട് ഇപ്പോൾ ഈവൻ ഇപ്പോൾ 1/3 എന്ന് പറഞ്ഞതിന് പോലും എന്തല്ല, അതിൻ്റെ ഒന്നും ഇസ്ലാമികമായ എവിഡൻസസ് എന്തല്ല, അത്ര ബലമുള്ളതല്ല. ഇപ്പോൾ വസീയത്തിൻ്റെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പറഞ്ഞൊരു കാര്യമാണെന്ത്, അസ്സുലുസു കസീറുൻ എന്ന് പറയുന്നത്. അത് പക്ഷേ ഇതിൽ 1/3 വരെയാണെങ്കിൽ ഹറാമായ പണം കലർന്നത് ഹലാലാവോ എന്ന് ചോദിച്ചാൽ അത് സ്ഥാപിക്കാനൊന്നും പറ്റൂല. അത് സജ്ജാദ് സാഹിബ്, സമീർ സാഹിബ് പറഞ്ഞതുപോലെ മൈനോറിറ്റി കോണ്ടെക്സ്റ്റിൽ ഒരു നിർബന്ധിതാവസ്ഥ ഇവിടെ ഉണ്ട് സാമ്പത്തികമായിട്ട്. അതിൽ ആ നിർബന്ധിതാവസ്ഥയിൽ ചിലതൊക്കെ അനുവദിക്കാം എന്ന് തീരുമാനിച്ച പണ്ഡിതന്മാരും ശരിയ സ്ക്രീനിങ് അതോറിറ്റീസും തീരുമാനിച്ചതാണത്. അതേസമയത്ത് മറുഭാഗത്ത് അങ്ങനെ പറ്റൂല, അത് പലിശ 3/1 പറ്റൂല. കാരണം പലിശയുടെ കാര്യത്തിൽ എന്തില്ല, കുറച്ചാണെങ്കിൽ ഹലാല് എന്നും കൂടുതലാണെങ്കിൽ ഹറാമാണ് എന്നും ഇല്ല. അത് ഖററിൻ്റെ കാര്യത്തിലാണെന്ത്, ചെറിയ ഖററൊക്കെ പൊറുക്കപ്പെടും. വലിയ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലേക്ക് നയിക്കുന്ന വിധത്തിലേക്കൊക്കെ ഉള്ള അൺസർട്ടൈനിറ്റിയാണ് പ്രശ്നം എന്നുള്ളത് ഫിഖ്ഹിലുള്ള വേറൊരു ചർച്ചയാണ്. അപ്പോൾ ഈ 3% കണക്ക് അതിൻ്റെ ഇസ്ലാമികമായ പ്രമാണങ്ങൾ അത്ര കൃത്യമല്ല. അതൊരു ലൊറൂറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മേഖലയിൽ നിന്ന് പാടെ അതിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നാൽ അത് സോഷ്യലിയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്കും വ്യക്തിപരമായിട്ടൊക്കെ നമ്മുടെ സാമ്പത്തികമായ നിലനിൽപ്പിനെ വലിയ അളവിൽ ബാധിക്കും. ഇവിടെയുള്ള സിസ്റ്റം ഒരു നോൺ ഇസ്ലാമിക് ആയതുകൊണ്ടും ഇവിടെ ഇസ്ലാമിക് ആൾട്ടർനേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ടും മാത്രം അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമാണത്. അതിനങ്ങനെ മാത്രമേ നമ്മളും കാണേണ്ടതുള്ളൂ. അതിൽ ഷമീൽ സാഹിബിന് 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യാം. അത് ഖററിൻ്റെ കാര്യം ചോദിച്ചല്ലോ, സമീർ സാഹിബ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ. ഇനി അതിനെ ഒന്നും കൂടി കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. ഖറർ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി, അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയാണ്. നിരോധിക്കപ്പെട്ട ഖറർ എന്ന് പറയുന്നത് എലിമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റിലുള്ള ഖററാണ്. എലിമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റിൽ എന്തുണ്ടാകാൻ പാടില്ല? ഖററുണ്ട്. എന്തൊക്കെയാണ് എലിമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? മുതാഖിദീൻ, പാർട്ടീസ് ടു കോൺട്രാക്റ്റ്, സബ്ജക്റ്റ് മാറ്റർ, മബിയ, വില, സമൻ, പ്രൈസ്. ഈ കാര്യങ്ങളിൽ എന്തുണ്ടാകരുത്? ഖറർ ഉണ്ടാകരുത്. ഒരു കച്ചവടത്തിൽ ആരാണ് കച്ചവടത്തിൽ ഏർപ്പെടുന്നത്, എന്താണ് സബ്ജക്റ്റ് മാറ്റർ, എന്താണ് വസ്തു, എന്താണ് വില, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അതിൻ്റെ വിശദാംശങ്ങളിൽ ഒന്നും തന്നെ എന്തുണ്ടാവരുത്? അൺസർട്ടനിറ്റി ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാൽ ഒരു സംഗതി വ്യക്തമാക്കാൻ സാധിക്കും എന്നിട്ട് വ്യക്തമാക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ വ്യക്തമാക്കുന്നില്ല എന്നുള്ള അവ്യക്തതയെയാണ് നിരോധിച്ച ഖറർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ അവ്യക്തതൻ്റെ ആവശ്യമില്ല. ഒരു ഇടപാട് നടത്തുമ്പോൾ അത് സുതാര്യമായിട്ടും വ്യക്തമായിട്ടും നടത്താൻ സാധിക്കുമെങ്കിൽ പിന്നെ അവിടെ ഒരു അവ്യക്തത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ അവ്യക്തത എന്തിലേക്കാണ് കൊണ്ടെത്തിക്കുക? ആളുകൾ തമ്മിലുള്ള പരസ്പരമുള്ള തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും, ഒരാളുടെ അവകാശം നഷ്ടപ്പെടുന്നതിലേക്കും മറ്റൊരാളുടെ അവകാശം കവരുന്നതിലേക്കുമാണ് കൊണ്ടെത്തിക്കുക എന്നതാണ് ആ നിരോധനത്തിൻ്റെ ബേസ്. മറ്റേ ഖററിനെയും നമുക്ക് ഖറർ എന്ന് പറയാം ഭാഷാപരമായിട്ട്, പക്ഷെ ആ ഖറർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കച്ചവടം തുടങ്ങി, ലാഭത്തിലോ നഷ്ടത്തിലോ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതിൻ്റെ ഫേസിലാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കച്ചവടം എന്തായാലും ഞാൻ ലാഭത്തിലാക്കും എന്ന് ഇവിടെയുള്ള ഏറ്റവും വലിയ കച്ചവടക്കാർക്ക് പോലും പറയാൻ കഴിയില്ല. ഓക്കെ, അത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള, അത് എലിമിനേറ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഖറർ. അതിന് ഇസ്ലാമിക് ഫിനാൻസിലൊരു ടേം ഉണ്ട്. ആ ഖറർ എടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ നമുക്ക് റിബ ഉണ്ടാകുന്നത്, എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അതിന് ഇസ്ലാമിക് ഫിനാൻസിൽ അത് നമ്മൾ ടെക്സ്റ്റിലൊന്നും കാണൂല, ഫിഖ് ടെക്സ്റ്റിലൊന്നും കാണൂല. ഇതിനെ ഈ ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ച പ്രശ്നം ഇങ്ങനെ ഏതാണ് ഖറർ, എന്താണ്, അപ്പോൾ അതും അവ്യക്തി. ഈ വിഷയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി കോയിൻ ചെയ്ത ഒരു ടേമാണ് മഹ്മൂദ് റിസ്ക് എന്നാണ് അതിന് പറയാം. മഹ്മൂദ് റിസ്ക്, പ്രൈസ് വർത്തി ഖറർ. ഒന്ന് നിരോധിക്കപ്പെട്ട ഖറർ, ഒന്ന് പ്രൈസ് വർത്തി ഖറർ. പ്രൈസ് വർത്തി ഖറർ ഇല്ലാതെ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയില്ല. നിരോധിക്കപ്പെട്ട ഖററോടുകൂടി നിങ്ങൾ കച്ചവടം ചെയ്യാൻ
പാടില്ല. ആ വ്യക്തത ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇസ്ലാമിക് ഫൈനാൻസിൽ ഇൻഫ്ലേഷൻ തന്നെ കോൺസെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇയർ ഓൺ ഇയർ മണി വാല്യൂ ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു എക്കണോമിക് സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന എന്താണ് പിന്നെയുള്ള ഓപ്ഷൻ എന്താ ഉള്ളത്? ഒന്നത്. രണ്ടാമത്തത്, ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ ബാങ്ക് എന്തായാലും റവന്യൂ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സസ്റ്റെയിൻ ചെയ്യുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ലീസ് ഫൈനാൻസ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ അവരെന്ത് വെച്ചിട്ടാവും? സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത വേറെന്തോ ഓൾട്ടർനേറ്റീവിലൂടെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഒന്നറിയാനുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ മെഹബൂബ് സാറോടാണ്. പിന്നെ റെറൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ റെറ രജിസ്ട്രേഷൻ ഇല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്? ഇല്ല, ആദ്യത്തതിൻ്റെ ഉത്തരം ഞാൻ അദ്ദേഹത്തോട് ഓൾറെഡി പറഞ്ഞു. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. കടം കൊടുക്കുന്ന ആളെ മാത്രം ബാധിക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ഇല്ല. അപ്പം എൻ്റെ അടുത്ത് 1,00,000 ഉറുപ്പ്യ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1,00,000 ഉറുപ്പ്യ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു. എനിക്കത് ഉടനെ ആവശ്യമില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ കടം കൊടുത്തത്. സപ്പോസ് ഇന്ന് 1,00,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കടം കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ വെക്കാൻ നോട്ടാ. നാളെ പക്ഷേ നമ്മൾ ജീവിക്കുന്ന സിസ്റ്റത്തില് ഈ 1,00,000-ന് ചിലപ്പോൾ 90,000-ന്റെ വിലയുള്ളൂ. അതെ അല്ലേ? പിന്നെയും ഞാൻ ഹോൾഡ് ചെയ്യുന്നു. അത് 50,000 ആകാം, ഒരു പക്ഷേ 0 ആകാം. അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്ന എന്ത് ഓൾട്ടർനേറ്റീവ് ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ? കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് മാത്രമേ അതിനെന്തുള്ളൂ, അതിന് പരിഹാരമുള്ളൂ. ഉദാഹരണത്തിന് 7% ഇൻഫ്ലേഷൻ റേറ്റ് എങ്കിൽ, അതായത് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ പറയുമ്പോൾ ആദ്യം വരെ നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഫൈനാൻസിൽ. നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരാൾ ഒരു റിസ്ക് കൊടുക്കാതെ ബാങ്കിൽ പൈസ കൊണ്ടുപോയി വെച്ചാൽ അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ. അതൊരു ആർട്ടിഫിഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, ക്രിയേറ്റ് ചെയ്ത റിട്ടേൺ. പിന്നെ ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺ ആണ്. 7% ആണെങ്കിൽ 4% കിട്ടുന്ന SBI അക്കൗണ്ടിൽ പൈസ കൊണ്ടുപോയി വെച്ചാൽ എല്ലാ വർഷവും നിങ്ങൾക്ക് 3% വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പം അതിനെ ബീറ്റ് ചെയ്യണം. അതിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ റിസ്ക് എടുത്താൽ പോരാ, കുറച്ചും കൂടി റിസ്ക് നിങ്ങൾ എടുക്കണം. നഷ്ടസാധ്യതയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകണം. അപ്പോൾ പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് വരുന്നു. മ്യൂച്വൽ ഫണ്ട്സ് ഓൺ ആൻ ആവറേജ് ഒരു 10 to 20% റിട്ടേൺസ് എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സും കൊടുക്കാറുണ്ട്. വളരെ പുവർ പെർഫോമിംഗ് ആയിട്ടുള്ള ഫണ്ട്സ് മാത്രമേ അത് കൊടുക്കാത്തതുള്ളൂ. അപ്പോൾ അതിലേക്ക് പോകണം. ഇനി അതിലും കൂടുതൽ നിങ്ങൾക്ക് റിട്ടേൺ വേണമെങ്കിൽ അത്രയും അപകട സാധ്യതയുള്ള റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. അവിടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളുടെ കയ്യിലുള്ള പൈസയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നതും അതിൻ്റെ മൂല്യം സംരക്ഷിക്കുക എന്ന് പറയുന്നതും ഒന്നും പൂർണ്ണമായിട്ടും നമ്മളെ കയ്യിലുള്ളൊരു സംഗതിയേ അല്ല. ഇതാണ് ഇപ്പം അതിൻ്റെ. പക്ഷേ നമുക്ക് ചില മെഷേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഹലാലായിട്ടുള്ള, നിങ്ങളത് പരിഗണിക്കുന്ന ആളാണെങ്കിൽ ഹലാലായിട്ടുള്ള എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് പരിശോധിക്കുകയും അവിടെ കൊണ്ടുപോയി പൈസ ഫണ്ട് പാർക്ക് ചെയ്യുകയും ചെയ്യുക. അത്രേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എൻട്രി ഗേറ്റാണ് റെറ രജിസ്റ്റേർഡ് പ്രോജക്ട്സ് ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അവിടെ നിന്ന് തട്ടുക. ഇല്ല, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങണം, കോഴിക്കോട് അപ്പാർട്ട്മെൻറ്റ് വാങ്ങണമെങ്കിൽ ലീഗലി രജിസ്റ്റേർഡ് പ്രോജക്റ്റുകളിൽ നിങ്ങളെ താല്പര്യം, നിങ്ങളെ ലൊക്കേഷന്, പിന്നെ ഇതിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ് സമയത്ത് കൊടുക്കുന്നുണ്ടോ, ഫെസിലിറ്റീസ്, മറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് എല്ലാം കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഫൈനൽ തീരുമാനം എടുക്കാം. അപ്പോൾ മറ്റത് തീരുമാനം എടുക്കുന്നതിൻ്റെ മുമ്പത്തെ യെസ് ഓർ നോ ആണ് റെറ എന്നുള്ളത്. അതൊരു മാൻഡേറ്ററി സാധനമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട്, അതിപ്പോൾ ഒരാൾ, ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോഴും സെയിം ആവണമെന്നില്ല. എസ്പെഷ്യലി റെസിഡൻഷ്യൽ കേസിലാണെങ്കിൽ ഓരോരുത്തരെ അനാലിസിസും ഡിഫറെൻ്റ് ആണ്. കൊമേഴ്ഷ്യലിൻ്റെ റീറ്റെയിലിൻ്റെ സ്പേസിലാണെങ്കിൽ നിങ്ങളെ റിസ്ക് അപ്പറ്റൈറ്റ്, അല്ലെങ്കിൽ യൂണിറ്റ് സൈസ്, നിങ്ങളുടെ ഫണ്ടിങ് കപ്പാസിറ്റി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കണം. പക്ഷേ മറ്റത് ഒരു ലീഗലൈസ്ഡ് അല്ലെങ്കിലുള്ള പ്രോബ്ലം, ഇപ്പം ചില ആളുകൾ പ്രോജക്റ്റ് ഇപ്പോൾ അത് ബിൽഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, പിന്നെ കുറേ ആളുകൾ ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്ന പ്രോജക്റ്റ്, രണ്ടിലും വരുന്നുണ്ട്. ഒന്ന് ചിലപ്പോൾ ലാൻഡ് തന്നെ വാങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ലാൻഡ് പെർമിഷൻ കിട്ടാവുന്ന സാധനമാണോ അല്ലേ നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ സമയത്തിൻ്റെ ഇത്
ഇത് ഡിലേ, ഒരുപാട് പെർമിഷനും മറ്റും ഒക്കെ വന്ന് ഡിലേ, അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ടോട്ടലി മാറിപ്പോയിട്ടുണ്ടാവും. ഒരുപാട് ഫാക്ടേഴ്സ് വരാം. പിന്നെ ഇതിലൊക്കെ അതിൻ്റെ എക്സ്പെൻസും മറ്റും ഒക്കെ ആയിട്ട് ഇത് തീർന്നു പോവാം. ഒരുപാട് കേസ് ഉണ്ട്. ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രൊജക്ട്സ് കുറേ വരുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ ഇതിൽ റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും വലിയ പ്രോബ്ലം ഇത് കുറേ സമയം കൊണ്ടാണ് മനസ്സിലാവുക. ഇപ്പം നിങ്ങൾക്ക് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കൊണ്ടൊന്നും പലപ്പോഴും ഇത് മനസ്സിലാവില്ല. ഇത് സ്ലോ ആയിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വേറൊരു പ്രോജക്റ്റിലെ കാശ് എടുത്ത് ഇങ്ങോട്ടിട്ട് പിന്നെ ഒന്നിട്ടിട്ട് ഒരു പോൺസി സ്കീം പോലെ കുറേ കാലം കൊണ്ടുപോവാം. പിന്നെ ഒന്നായിട്ട് അങ്ങോട്ട് ഒരു 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 ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരിക ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലുള്ള പ്രോബ്ലം. ഇപ്പം ചില ബിസിനസ്സിലാണെങ്കിൽ പെട്ടെന്ന്, ഇപ്പം ഹോട്ടൽ നടത്തുന്ന ആളൊക്കെ ആണെങ്കിൽ ഒരു 6 മാസം 1 കൊല്ലം കൊണ്ടൊക്കെ പരമാവധി വിവരം അറിയും. അതിൻ്റെ മേലെ അവർക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ ഇതിൽ കുറേ സമയം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ വീണ്ടും വീണ്ടും ഇതിൽ വരാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രാവിറ്റി, ഇപ്പം ഞാനിപ്പോൾ എല്ലാ മാർക്കറ്റിലും പോകുന്നുണ്ട്. ഈ കാശ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിൻ്റെ ഒരു ഗ്രാവിറ്റി നോക്കിയാൽ കേരളത്തിൽ കാലിക്കറ്റിൽ കിട്ടുന്നതിൻ്റെ പകുതി ലീഗലല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റിന് കാശ് കൊച്ചി കിട്ടില്ല. കൊച്ചി കിട്ടുന്നതിൻ്റെ പകുതി ട്രിവാൻഡ്രത്ത് കിട്ടില്ല. ആ ഒരു അവയർനെസ് അല്ലെങ്കിൽ ആ ഒരു കോഷ്യസ്നെസ് മലബാറിലാണ് ഏറ്റവും കുറവ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്ന് ജ്വല്ലറി ബിസിനസ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന ആൾ ഇത്രയും കാശ് പിരിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു കോഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എവിടെയോ ഒരു സിസ്റ്റത്തിലൊരു തകരാറ് വന്നിട്ടുണ്ട്. ആ തകരാറ് ശരിക്കും നമ്മൾ അവയർനെസ് ഉണ്ടാക്കി കറക്റ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. Excuse me, sir. Actually, majority of the people ഡീപ്പായിട്ടുള്ള ഈ ഫിനാൻഷ്യൽ കാര്യത്തിൽ ഇസ്ലാമിക് നോളജ് ഇല്ല. എക്സാമ്പിൾ ഫോർ മീ, ദ സെയിം വൈസ് എന്താ പറയുക, ഫിനാൻഷ്യൽ അഡ്വൈസിങ് കാര്യത്തിൽ സ്റ്റോക്സ് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ ഡീപ്പ് നോളജ് നമുക്കില്ല. സോ മെനി ആപ്സ് ആർ ദർ ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. സോ അതിൽ തന്നെ ഇസ്ലാമിക് ഫണ്ട്സും തന്നെ അതിലൊരു സ്പെസിഫിക്കേഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഡീപ്പായിട്ട് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അതിന് ഡയറക്റ്റ് ഇസ്ലാമിക് ഫണ്ട്സ് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമോ? ചെയ്യാൻ പറ്റുമോ? നമുക്ക് അത്ര ഡീപ്പ് നോളജ് ഇതിനൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഇസ്ലാമിക് ഫണ്ട്സ് വരുന്നത് കൊണ്ട് അത് ആൾറെഡി അത് നമ്മൾ ഫിക്സഡ് ആയിട്ട് ചെയ്തു വെച്ചത് കൊണ്ട് അതിന് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഒരു ഇസ്ലാമികമായിട്ട് നമ്മൾ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ആരെടുത്തു നിന്നാണോ ഒപ്പീനിയൻ എടുക്കുന്നത് അവരുടെ ക്രെഡിബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ മുന്നേ ഇത് പറ്റുമോ പറ്റുകയില്ലയോ എന്ന് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ടത് അനലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളത് സമീർ സാഹിബിൻ്റെ അടുത്ത് ചോദിക്കണം. സമീർ സാഹിബിൻ്റെ ക്രെഡിബിലിറ്റി ആദ്യം പരിശോധിക്കണം. അദ്ദേഹം ഇതിൽ ഈ സംഗതി പറയാൻ ക്വാളിഫൈഡ് ആണോ, അതിനുള്ള ഇൽമും അതിനുള്ള തഹക്കീക്കും അദ്ദേഹത്തിനുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം എന്നോട് ചോദിക്കുകയാണ് എനിക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. 1 ക്വാളിഫിക്കേഷനാണ്, 2 ഓണസ്റ്റിയാണ്. ഞാൻ സത്യസന്ധമായിട്ടുള്ള നിങ്ങൾക്ക് തരേണ്ട രീതിയിലുള്ള ഒരു അഡ്വൈസ് ആണോ ഞങ്ങൾക്ക് തരിക. ഈ 2 കാര്യം ഉറപ്പുള്ള ഒരാളുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ എന്ത് ബേസിസിലാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ വരുന്നത്, അത് ഖുർആനിൻ്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അത് അദ്ദേഹം പറയുക എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് അസസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ആ ഉറപ്പുള്ള ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ല, എനിക്ക് മനസ്സിലായി. ആൾക്കെന്തോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും ചെയ്യാം. ഇറ്റ്സ് എ വെരി ഗുഡ് ഒപ്പീനിയൻ സർ. നമുക്ക് ഉള്ളത് ആൾറെഡി ഫിക്സഡ് ആയിട്ട് ഇസ്ലാമിക് ഫണ്ട്സ് റിസർവ് ആയിട്ട് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇസ്ലാമിക് ഫണ്ട്സിൻ്റെ പേരിലുള്ളത് കൊണ്ട് അത് നമുക്ക് എത്രമാത്രം അതിന് ശരിയാ ബോർഡ് ഉണ്ടോ, ശരിയാ സർട്ടിഫിക്കേഷൻ ഉണ്ടോ, ആ ബോർഡിൽ ആരൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സ്ക്രീനിങ് നോംസ് ആരാണ് പറയുന്നത്, ഇതാണ് പരിശോധിക്കേണ്ടത്. താങ്ക് യു.
അതിൽ നിഖിൽ സാറിന് ആഡ് ചെയ്യാനുണ്ട്. ഇതിലേ ശരിക്കും ഞാൻ ഈ പറഞ്ഞ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് നേരിട്ട് വർത്തമാനം പറയേണ്ട കുറച്ച് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ 3000 കോടി മാനേജ് ചെയ്യണ ഫണ്ട് മാനേജറുടെ അടുത്ത് സംസാരിച്ച ടൈമിൽ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്. കാരണം വെച്ചാൽ ഒന്ന് ഇസ്ലാമിക് കാര്യം, ഇതിൽ 2-3 ആസ്പെക്റ്റ് ഉണ്ട് ഈ വിഷയത്തിൽ. ഒന്ന് ഇസ്ലാമിക് കാര്യം. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇസ്ലാമിക് കാര്യം അറിയാനായിട്ട് ചിലപ്പോൾ ഒരു പണ്ഡിതൻ്റെ അത്രയും നോളജ് എനിക്ക് ഉണ്ടാവില്ല. എനിക്ക് സമ്മതിച്ചേ പറ്റൂ. കാരണം ഞങ്ങളിത് ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ് നല്ലതാണ് ചീത്തയാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഇത് റെക്കോർഡാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയണത്. ഞാൻ ഫണ്ട് എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല, എന്നാലും ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ വളരെ സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത്. ടാറ്റ എത്തിക്കൽ ഫണ്ട് മാനേജ് ചെയ്യണത് അഭിനവ് ശർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇദ്ദേഹം ആകെ നോക്കുന്ന കാര്യം വെച്ചാൽ താസിസ് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി ഉള്ള സ്റ്റോക്കാണ് എടുക്കുന്നത്. അപ്പോൾ ആൾക്ക് ഇസ്ലാമിനായിട്ട് യാതൊരു ബന്ധമില്ല, അത് നോക്കത്തുമില്ല. ആൾക്ക് കിട്ടിയേക്കണം വെച്ചാൽ സാധാരണ ഒരു ഫണ്ട് മാനേജർക്ക് ഇന്ത്യയിലത്തെ 5000 സ്റ്റോക്കിൽ നിന്ന് പിക്ക് ചെയ്യാം. അതിന് പകരം എത്തിക്കൽ ഫണ്ടിൻ്റെ സ്ക്രീനിങ് പ്രകാരം 1500 സ്റ്റോക്ക് ഉണ്ട്. അതിൽ നിന്നേ ആൾ പിക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ ഒന്ന് ഇസ്ലാമിക്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഒന്ന് നിങ്ങൾ അറിയണം. കാരണം ഇപ്പം ചിലപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും താങ്കളുടെ പേര് വിട്ടുപോയി, അക്ബറിന് പറ്റിയതാവണമെന്നില്ല. കാരണം അക്ബറിനെന്ന് പറഞ്ഞ വ്യക്തിക്ക് മക്കൾ എത്രയുണ്ട്, ഭാര്യ ആരാണ്, അവർക്ക് നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ജീവിക്കാനുള്ള വേറെ സ്വത്തുണ്ടോ, ഇതൊന്നും ടാറ്റ എത്തിക്കൽ ഫണ്ടിന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ശരിക്കും ആൾക്കാരുടെ അടുത്ത് വർത്തമാനം പറയാനുള്ള ടൈമിലുണ്ടായിരുന്ന ടൈമിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, എൻ്റെ ഓഫീസിൽ വന്ന് 1-to-1 ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഇസ്ലാമിക് ഫിനാൻസ് വേറെ ആയിരിക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും എൻ്റെ റൂമിലിരുന്ന്, എൻ്റെ മുറിയിലിരുന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിക് ഫിനാൻസ് വേറെ ആയിരിക്കും. അതിൽ ചിലവർ പറയും ഇത്ര FD ആയ കുഴപ്പമില്ല, ചിലവർ പറയും എനിക്ക് ഹോം ലോൺ ആയി കുഴപ്പമില്ല. കാരണം എനിക്ക് 1ാം ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ മുസ്ലിങ്ങളായിട്ട് ഫ്രണ്ട്സായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഉണ്ട് കബീർ എന്ന് പറഞ്ഞിട്ട്. അവൻ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി റോയിറ്റേഴ്സിൽ വർക്ക് ചെയ്ത് 15 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് 10 പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം പറഞ്ഞപ്പോൾ വെച്ചാൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും സ്റ്റോക്ക് മാർക്കറ്റിലാണ് വർക്ക് ചെയ്യണത്. എന്നിട്ട് അപ്പോൾ ഞാനപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇപ്പോൾ പൈസ എങ്ങനെ പോകണമെന്ന് ചോദിച്ചു. കാരണം ഉള്ള പൈസ മൊത്തം പോകണം. അപ്പോൾ പറഞ്ഞു കയ്യിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതൊന്നും ഉരച്ച് വെച്ച് തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ കാറ് വാങ്ങിയത് കാർ ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അത് കൊടുക്കുകയല്ലേ. അപ്പോൾ ഈ പറഞ്ഞവൻ്റെ ഇവനും നല്ല എല്ലാം പാലിക്കണ ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ആളാണ്. അപ്പോൾ അയാളുടെ ഇസ്ലാമിക് ഫിനാൻസ് വേറെയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഇസ്ലാമിക് ഫിനാൻസ് വേറെയാണ്. അപ്പോൾ ഈ 3 കോമ്പിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അവർക്ക് എന്താണ് പറ്റിയത്? ഇപ്പോൾ നേരത്തെ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, വെറുതെ ഇരുന്നാൽ പൈസ വയ്ക്കും. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൽ ആകെ പറഞ്ഞിട്ടുള്ള കാര്യത്തുള്ളൂ പൈസ റോൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പൈസ വെറുതെ കൂട്ടി വെക്കണതും തെറ്റാണ്. ഈ പറഞ്ഞ സാധനം എനിക്ക് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ, അതും ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ സാധനം. അപ്പം നമുക്ക് അത് അവനവൻ്റെ ഉത്തരവാദിത്വം ആ പൈസ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ അക്ബറിൻ്റെ ഒരു മാനദണ്ഡം അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ അക്ബറിനതിന് ചിലപ്പോൾ അത് അറിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും പറയും ഇൻഷുറൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ലേഡീനോട് സംസാരിക്കണേ യു ഹാവ് ടു ടേക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കല്ല, ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് അവർ വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞ് എനിക്ക് സാറിന് ബഹുമാനമാണ്, സാറുമാണ് എല്ലാം കേൾക്കും, അത് കേട്ടിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സാറിൻ്റെ അഭിപ്രായം എടുത്തിട്ടേ ചെയ്യത്തുള്ളൂ. പക്ഷേ എനിക്കും ഒരു വിവേകമുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അവർ എല്ലാം കേട്ടിട്ടും അവർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. കാരണം അവർക്കൊരു കാര്യമുണ്ട്, അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിലും പൈസ മാനേജ് ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ട് അവർക്ക്. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഓരോ വ്യക്തിയുടെയും ഇസ്ലാമിക് ഫിനാൻസ് ആ വ്യക്തിയുടെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ മെച്യൂരിറ്റിയിൽ വേണം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ താങ്കൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതറിയുന്ന ഒരു ഇപ്പോൾ എൻ്റെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത്. ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ കാര്യം ചെയ്യാനായിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും ഈ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിന് നന്നാവണമെന്നില്ല. അതും കൂടിയും ഒന്ന് കൺസിഡർ ചെയ്തിട്ട്, കാരണം ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഒരു റിസ്ക് പ്രൊഫൈൽ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ആൾ പറഞ്ഞ കറക്റ്റ് അക്ബറിനത് കറക്റ്റ് ആവണമെന്നില്ല ഈ പറഞ്ഞ സാധനം.
കാരണം നമ്മുടെ എല്ലാവരുടെയും ബോഡി വെയിറ്റ് അടക്കം വ്യത്യാസമുണ്ട്. നമ്മൾ ദൈവം തന്നേക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ എല്ലാവരെയും ഒന്ന് ആലോചിച്ച് ഇത്ര കോടി ആൾക്കാരുടെ ഫേസ് വ്യത്യാസമുണ്ട്. ഇത് തന്നെയല്ലേ നമ്മുടെ സാമ്പത്തിക സ്ട്രക്ചറും. ഇതൊന്നും നോക്കിയിട്ട് ചെയ്താൽ നന്നായിരിക്കും. ബാക്കിൽ ഒരാൾ കൈവക്കിയിരുന്നു ആദ്യം. സിമ്പിൾ ക്വസ്റ്റ്യനാ, നിഖിൽ സാറിനോടാണ്. ഒരു ഓവറോൾ ആകെത്തുകയിൽ നല്ല റിട്ടേൺ കിട്ടുന്നത് ബാങ്കിങ് സെക്ടർ കടക്കാനേ പാടില്ല. ദെൻ മ്യൂച്വൽ ഫണ്ട്, ചിലപ്പോൾ ടാറ്റ, അതല്ലെങ്കിൽ അതല്ലാത്തതില്ല. ഇപ്പോൾ ഒരു ഇസ്ലാമിക് ഇൻവെസ്റ്റർ ഒരു ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ട് ഇപ്പോൾ US സ്റ്റോക്സ് വാങ്ങാം. ഇന്ത്യയിലെ US-ലെയും ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷനൊക്കെ ബീറ്റ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ഒന്നത് ചെയ്യുവാണല്ലോ. അപ്പോൾ അത് അബദ്ധമാവോ? ഇപ്പോൾ ഒക്കെ ഇല്ലാതാവണേക്കാളും നല്ലത് ഇൻഫ്ലേഷൻ ഇല്ലാത്ത സേവിങ്സ് ആണല്ലോ ഒന്നുമില്ലെങ്കിലോ. അപ്പോൾ അതിൽ സാറിൻ്റെ ഒരു അഡ്വക്കസി എന്താണ്? അല്ലേ, ഇതിൽ എന്നെ സംബന്ധിച്ച് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണം തന്നെ ഉള്ളതാണ്. അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിലെ കാര്യം വെച്ചാൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് വേണ്ട ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ലിക്വിഡിറ്റി ഉള്ള പൈസ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്താൽ, അത് ഇസ്ലാം അല്ലെങ്കിലും നോൺ ഇസ്ലാം ആണെങ്കിലും ശരി, ലിക്വിഡിറ്റി ഉള്ള പൈസ അവിടെ വെക്കണം. അതേപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൈസ കൂട്ടി വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്കണോമിനോട് ചെയ്യുന്ന ഒരു തെറ്റും കൂടിയാണ്. കാരണം വെച്ചാൽ നമ്മൾ വെറുതെ കൂട്ടി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അരിക്കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ അരി വെറുതെ കൂട്ടി വയ്ക്കുന്നത്, അപ്പോൾ ക്ഷാമം ഉണ്ടാക്കിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൈസയും അങ്ങനെ ഞാൻ മതപരമായിട്ടല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും ഷെറിയ എന്ന് പറയുമ്പോൾ ഞാൻ ഷെറിയാന്നേ പറയാറില്ല. ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നേ പറയാറുള്ളൂ ഈ പറഞ്ഞ സാധനം. അപ്പോൾ ഞാൻ ഷെറിയ എന്ന് പറയുന്ന കാര്യം, ഞാൻ താസിസിനായിട്ടൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ട്. ഞാൻ പെൻഡാഡ് എത്തിക്കൽ സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനി ആക്കാനൊക്കെ നോക്കിയതാണ്. അപ്പോൾ ഞാൻ വേറെ വളരെ പ്രൗഡായിട്ട് ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവരുടെ അടുക്കട്ട് സംസാരിച്ച ടൈമിൽ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ അവർ താസിസിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞൊരു എക്സാമ്പിളാണ്, നിങ്ങൾ ഇപ്പോൾ യൂറിൻ എടുത്തിട്ട് ഒരു തുള്ളി അതിൽ പാലിൽ വീണ്ടിട്ടുണ്ടെങ്കിൽ കുടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ക്രൈമാണ്. അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ച് ഇനി താസിസും വേണ്ട, ഒന്നും വേണ്ട, ഓരോരുത്തർക്ക് പറ്റിയ മോഡല് നമ്മുടെ റൂമിലിരുന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ നമുക്കൊരു 5 കൊല്ലത്തേക്ക് വേണ്ടാത്തൊരു പൈസ, ആ പൈസ നമുക്ക് സ്വർണത്തിൽ വയ്ക്കുക, സിൽവറിൽ വയ്ക്കുക. അത് അവിടെ അസറ്റ് അലോക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കണം എത്ര ശതമാനം ഗോൾഡിൽ വെക്കണം, എത്ര ശതമാനം സിൽവറിൽ വെക്കണം. അതേമാതിരി ഈ പറഞ്ഞ ഇക്വിറ്റിയിൽ നമുക്ക് എത്ര ശതമാനം വെക്കാം. അപ്പോൾ സ്വന്തമായിട്ട് ഇക്വിറ്റി ഇപ്പോൾ നമ്മുടെ ബ്രോക്കർ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ വന്നിട്ട് ചെയ്യാൻ, അല്ലാതെ സ്വന്തമായിട്ട് ഷെയർ ഏതാണെന്ന് ഇഷ്ടപ്പെട്ടതെന്ന് വാങ്ങി ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓതറൈസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഫണ്ട് ഹൗസസുകളുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 4 എണ്ണം വേണമെങ്കിൽ പറയാം. ടാറ്റ ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും. എനിക്ക് ഫണ്ട് പറഞ്ഞത് ഐ ഷുഡിൻ ബി സേയിങ് ഇറ്റ്, ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സാമ്പിൾ, നോ റെക്കമെൻഡേഷൻ. ഓക്കെ. പിന്നെ ഇപ്പോൾ നിഫ്റ്റി ഫണ്ടുണ്ട് ഈ പറഞ്ഞ. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതെപ്പോഴും അറ്റ്ലീസ്റ്റ് ഇത്തരം ഫണ്ടിൽ ഇൻവെസ്റ്റ് മിനിമം 7 വർഷം നമ്മൾ കാണണം. കാരണം എപ്പോഴും ഒരു 8 വർഷമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ സൈക്കിള്. അപ്പോൾ ഒന്ന് താഴെ പോയി കഴിഞ്ഞാലും തിരിച്ച് വരാനായിട്ടുള്ള സമയമാണ് ഈ പറയുന്നത്. അപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ഡെഫിനറ്റ്ലി കംസ് ടു ദിസ് വൺ. ആൻഡ് അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ബിൽഡ് ചെയ്യണം. കാരണം റിയൽ എസ്റ്റേറ്റിൽ ഒന്ന് അപ്രീസിയേഷൻ കിട്ടും, പിന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് റെൻറ്റ് കിട്ടാനായിട്ടുള്ള ഒരു സാധനമാണ്. ഈവൻ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് അധികം കാശ് വേണം, ലൊക്കേഷൻ നോക്കണം, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റിട്സ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഷെറിയ ബോർഡ് അംഗീകരിക്കുന്ന ചില റിട്സുകളൊക്കെ ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഭേദഗതിയായിട്ട് നമ്മളിങ്ങനെ മാറ്റി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി അമേരിക്കയിലാണോ ഇന്ത്യയിലാണോ ഇൻവെസ്റ്റ് ചെയ്യണത്, അത് നമ്മുടെ കോൺഫിഡൻസാണ്. ആസ് എൻ ഇൻവെസ്റ്റർ നമുക്കറിയാൻ പറ്റണം എവിടെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ആ മാർക്കറ്റിൽ നമ്മൾ ചെയ്യാൻ വേണം. അതേപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഞാനിത് പറഞ്ഞു വെച്ചാൽ ഓരോരുത്തരുടെയും പണം അനുസരിച്ചിട്ട്, ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയും റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് അങ്ങനെ മാറ്റി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ആകെ ഉള്ളൊരു ഇങ്ങനത്തെ വേദിയിൽ വരുമ്പോൾ എനിക്ക് ആകെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആരെയും കേൾക്കല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം കേട്ടിട്ട് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ ഇയാളെ വിശ്വസിച്ചാണ് പോകാൻ പോകണമെന്ന്. അപ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റി നോക്കണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവർ പറയുകയാണെങ്കിലും അതിനൊന്ന് കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കഴിവും കൂടിയും
വേണം ഇതിൽ ചെയ്യണത്. അപ്പോൾ ഇതിൽ ശരിക്കും ഇതൊരു കോമ്പിനേഷനാണ്. ഒന്ന് ഇസ്ലാമിക് റൂൾ അനുസരിക്കണം, അതേമാതിരി ആ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ബ്യൂറോ ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് പള്ളിയിൽ ഒരു പട്ടിയതിനോടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇസ്ലാമിക് റോൾ അറിയാൻ പറ്റും, പക്ഷേ അദ്ദേഹത്തിന് കയ്യിൽ 5 ലക്ഷം കൂടി കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് 10 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റും, ആൾ പറയും പൈസ കയ്യിൽ വെച്ചാൽ എന്ന് പറയും. അപ്പോൾ അത് കറക്റ്റ് അല്ലത്. ഞാൻ അവരുടെ ഇവൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇസ്ലാമിക് ഇതിൽ ഞാനിതൊരു എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ സ്റ്റേജിലിരുന്ന് പറയാൻ പറ്റിയ കാര്യമാണെന്നല്ല. കാരണം മിക്ക സമയത്തും പള്ളിയിൽ നിന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ ചിലപ്പോൾ അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും ഇത് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചിലപ്പോൾ പള്ളിയിൽ ആൾക്കാരോട് പറയും ഇതും കൂടി ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറയും. അങ്ങനെ എത്ര ആൾക്കാരെ പൈസ പോയിട്ടുണ്ടെന്ന് അറിയോ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അതിനോടോ ഞാൻ മേക്കിംഗ് സെൻസ് ഓർ നോട്ട് എന്നുള്ളൂ. പറഞ്ഞില്ലേ? അപ്പോൾ കുഴപ്പമില്ല. അല്ല അപ്പോൾ ഇനി കാരണം ഞാൻ അങ്ങനത്തെ ഒരാളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ കാര്യമാണ് ഈ എനിക്കത് ഈ കമ്മീഷൻ കിട്ടുന്നുണ്ട്, ആ കമ്മീഷൻ ഒന്ന് സാറിന്ന് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തരാൻ. അപ്പോൾ ഞാനപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചെന്ന് ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസും ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് കാരണം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ പറയുമോ എനിക്കിപ്പോൾ ഹാർട്ടിന് അസുഖമുണ്ട് എക്കോസ്പ്രിൻ തരാനായിട്ട് നമ്മൾ പറയുമോ? ഇല്ല. അതിനൊരു ഡോക്ടറെ കണ്ടിട്ടല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. താങ്ക് യു. ഐ ഹോപ്പ് മേഡ് സം സെൻസ്. ഇത് അവസാന ക്വസ്റ്റ്യനാക്കാൻ തോന്നുന്നു. നമുക്ക് 5 മണിക്ക് അവസാനിപ്പിക്കണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആബിദ്. ഞാനൊരു 10-18 വർഷം പ്രവാസിയായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ കോഴിക്കോട് ഒരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തത്. ആ ബാങ്കിലുള്ള 1-2 അനുഭവം. ഇപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ലെറ്റർ കൊടുത്തു, റിസൈൻ ചെയ്തു. ഇപ്പോൾ ഞാനൊരു മെഡിക്കൽ ഫീൽഡ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആൻസർ ആരാണല്ലോ, സെമീർ സാറോ സജാദ് സാർ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ പലിശൻ്റെ സംഗതി ഇപ്പോൾ പറഞ്ഞു 3%, 2%, 1% എന്നൊക്കെ പല കൊല്ലത്തിലും പറഞ്ഞ്. എനിക്ക് 46-47 വയസ്സായി. ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ കേൾക്കുന്ന പലിശ ഹറാം, അത് കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. ഇപ്പം ഞാൻ ബാങ്കിങ് ഫീൽഡ് ആയതിനെ കൊണ്ട് ബാങ്കിൽ പറയുന്നത്, ഇപ്പോൾ സെമീർ സാർ ഒരു 10 ലക്ഷം റുപ്യ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് ആ 10 ലക്ഷം റുപ്യ ഞാൻ 10 പേർക്ക് കൊടുക്കുകയാണ് ലോണായിട്ട്. അപ്പം ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ, ഞാൻ സാറിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അങ്ങനെ ഞാനിപ്പോൾ ഒരു 10 ലക്ഷം റുപ്യ ബാങ്കിൽ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 10 പേർക്ക് ഞാൻ ലോൺ കൊടുക്കുകയാണ്. ഹൗസിംഗ് ലോണ്, എഡ്യൂക്കേഷൻ ലോണ്, ബൈക്ക് ലോണ്. ഒരു പണ്ഡിതൻ, ആളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു പണ്ഡിതൻ ബാങ്കിൽ വന്നു ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പണ്ഡിതനോട് ചോദിച്ചു, അല്ല നിങ്ങൾ മിമ്പർമ കയറിയിട്ട് പറയുന്നില്ല പലിശ കൊടുക്കരുത്, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പം നിങ്ങളിവിടെ ഇപ്പോൾ കാർ എടുക്കാൻ വന്നു, നിങ്ങൾ 10-20 ലക്ഷം റുപ്യേൻ്റെ കാർ എടുക്കാൻ വേണം. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞത് ഞങ്ങളുടെ മൈന വേറെ, നിങ്ങളുടെ മൈന വേറെ, നമ്മളെ ഫത്വ വേറെ, നിങ്ങളെ ഫത്വ വേറെ. അപ്പോൾ ഇസ്ലാമിൽ എന്താണ് പറഞ്ഞത്? പലിശ വാങ്ങരുത്, കൊടുക്കരുത്, പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ പലരും പറയുന്നത് കേട്ടു 2%, 3%. പെർസെൻറ്റേജേ അവിടെ ഉദിക്കുന്നില്ല. പലിശ വാങ്ങരുത്, കൊടുക്കരുത്. അതിനെ പറ്റിയിട്ട് എന്താ സെമീർ സാർ സജാദ് എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. അതിൽ നിയമങ്ങൾ എപ്പോഴും ഐഡിയലായിരിക്കും. അതേ സമയത്ത് മനുഷ്യന്മാർക്കുള്ള നിയമമാകുമ്പോൾ അത് റിയലിസ്റ്റിക് കൂടി ആയിരിക്കണം. ഇസ്ലാമിക് ശരീഅയുടെ ഒരു പ്രത്യേകത അത് ഐഡിയൽ ആണ്, അറ്റ് ദ സെയിം ടൈം അത് റിയലിസ്റ്റിക് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഇസ്ലാമിൽ നേരത്തെ ഷമീൽ സാഹിബൊക്കെ സൂചിപ്പിച്ച ലീഗൽ മാക്സിം എന്ന് പറഞ്ഞാൽ അത് പൊതു നിയമമാണ്. ചില അനിവാര്യതകൾക്ക് പാലിക്കേണ്ടുന്ന നിയമങ്ങളിൽ ഇളവുകളുണ്ടാകും. അത് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക് ശരീഅത്ത് മൊത്തങ്ങൾ വായിച്ചാൽ എല്ലാ നിയമങ്ങളിലും എന്തുണ്ട്? പിന്നെ സാധാരണഗതിയിൽ പാലിക്കേണ്ടുന്ന നിയമമുണ്ട്. പക്ഷേ ഒരാൾക്ക് ആ നിയമം പാലിക്കാൻ കഴിയാത്ത വിധം അയാൾ നിർബന്ധിതാവസ്ഥയിലാണ് എങ്കിൽ അയാൾക്ക് ഇളവുണ്ട്. നിങ്ങൾ നിന്ന് നിസ്കരിച്ചാലേ ശരിയാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇരുന്ന് നിസ്കരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം എന്താ നിന്ന് നിസ്കരിക്കുക എന്നുള്ള നിസ്കാരത്തിൻ്റെ ഫർളല്ലേ, പിന്നെ എങ്ങനെ ഇരുന്ന് നിസ്കരിച്ചാൽ ശരിയാവുക എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. രണ്ടും ശരിയാ ലോ ആണ്. അപ്പം നെസസിറ്റിക്ക് പ്രത്യേകമായ നിയമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പ്രായോഗികതയെ പരിഗണിക്കുന്നുണ്ട് ഇസ്ലാം എന്നതാണ്. അപ്പോൾ പലിശ കൊടുക്കാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, രണ്ടും ഹറാമാണ്. അതേ സമയത്ത്
പലിശ വാങ്ങുന്നത് ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും ഹലാലായി മാറുകയില്ല. പലിശ കൊടുക്കുന്നത് ഒരാൾക്ക് വേറെ മാർഗമില്ലെങ്കിൽ ഹലാലായി മാറും. ഇതാണ് വ്യത്യാസം. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും ബേസിക്കലി ഒരുപോലെയാണ്, രണ്ടും ഒരുപോലെ പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷേ പലിശ ഇങ്ങോട്ട് വാങ്ങുന്നത് ഒരു കാരണവശാലും ഏത് സാഹചര്യങ്ങളും ഒരു നിർബന്ധിതാവസ്ഥയിലും അത് ഹലാലാവുകയില്ല. പലിശ വാങ്ങി ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പലിശ അതേ സമയത്ത് പലിശ കൊടുക്കാൻ ഒരാൾക്ക് വേറെ മാർഗമൊന്നുമില്ല. അയാളുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിലനിർത്താൻ, അയാൾക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാൻ, പിന്നെ മരിക്കാൻ കിടക്കുന്ന നേരം ഒരാളോട് ഭക്ഷണം വാങ്ങാൻ പൈസ ചോദിക്കുമ്പോൾ അയാൾ 100 രൂപ ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ തരാം, പക്ഷേ ഈ തിരിച്ച് എനിക്ക് 150 രൂപ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ആ നിർബന്ധിതാവസ്ഥയിൽ അയാൾ ആ 100 രൂപ വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ച് അത് കൊടുക്കുകയാണ് വേണ്ടത്. അത് വാങ്ങുന്ന അയാൾക്ക് അത് അപ്പോഴും ഹറാമാണ്. പക്ഷെ ഇത് കൊടുക്കേണ്ടി വരുന്ന ആളുടെ നിർബന്ധിതാവസ്ഥയിൽ അള്ളാഹു അയാളെ പരിഗണിക്കും, അയാൾക്ക് കുറ്റമില്ല എന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള 5ഓളം ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലീഗൽ മാക്സിം സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അപ്പം എല്ലാം ഒരുപോലെയല്ല. നിർബന്ധിതാവസ്ഥക്ക് എന്തുണ്ട്? അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നിർബന്ധിതാവസ്ഥയുടെ നിയമത്തിൻ്റെ കൂടെയുള്ള നിയമമാണെന്ത്? നിർബന്ധിതാവസ്ഥ അതത് സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് എന്തുണ്ടാവുക, അത് അളക്കേണ്ടത്. എല്ലാവർക്കും ഒരേ സാഹചര്യം എല്ലാവർക്കും നിർബന്ധിതാവസ്ഥയല്ല. എൻ്റെ നിർബന്ധിതാവസ്ഥയല്ല നിങ്ങളുടെ നിർബന്ധിതാവസ്ഥ. എനിക്കൊരു കാര്യം നിർബന്ധിതാവസ്ഥയുടെ പേരിൽ ഹലാലാകിയാലും നിങ്ങൾക്കത് ഹലാലായിക്കൊള്ളണം എന്നില്ല. അത് മനുഷ്യരുടെ നേച്ചറിനെയും അവരുടെ പലതരം കപ്പാസിറ്റിയെയും വെച്ചിട്ട് അളക്കേണ്ടുന്ന കാര്യമാണ്. അപ്പം ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പലിശ ഒരാളിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഒരാൾ പിന്നെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് ആരും അനുവദിച്ചിട്ടില്ല. കാരണം പലിശ വാങ്ങാനുള്ള പരിപാടിയാണ്. അതേ സമയത്ത് ഒരാൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ട് ഒരാൾക്ക് ഉണ്ടായാൽ അയാളുടെ പൈസ ബാങ്കിൽ കിടക്കും. അത് കാരണം അയാൾക്ക് ഇപ്പോൾ സേഫായിട്ട് പണം സൂക്ഷിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, നിയമപരമായി ഇന്ത്യയിൽ ഏതാണ്ട് ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരാനുകൂല്യവും പ്രൈവറ്റ് സെക്ടറിൽ പോലും നിങ്ങൾക്ക് ശമ്പളം ബാങ്ക് വഴിയല്ലാതെ കിട്ടൂല. അപ്പോൾ നിങ്ങൾക്കങ്ങനെ ബാങ്ക് അക്കൗണ്ട് തുറക്കാതെ അതിലൂടെ അല്ലാതെ ശമ്പളം കിട്ടൂലെങ്കിൽ ഞാൻ ജോലി എടുക്കുന്നില്ല എന്നൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ നിയമപരമായ നിർബന്ധിതാവസ്ഥ ഉള്ളത് കൊണ്ടാണ് പലിശ ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് അനുവദനീയമാകുന്നത്. അതിൽ പലിശ വരും. ആ പലിശ വരെ 2-3% പലിശ വരുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ആ പലിശ ഹലാലാണെന്നുള്ള സ്വഭാവത്തിലല്ല. ഇങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ശമ്പളം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അവിടെ തന്നെ കടന്നാൽ 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ ഒക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പലിശ സ്വാഭാവികമായിട്ട് കടന്നു വരും. ആ പലിശ നമുക്ക് ഹലാലാണെന്നല്ല, ആ പലിശ നമ്മൾ എടുത്തു കളയുകയാണ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അത് എനിക്ക് ഹറാമായ ധനമാണ്. അത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പ്രയാസപ്പെടുന്ന വ്യക്തികൾക്കോ വേണ്ടിയോ കൊടുക്കാം. ഞാൻ പക്ഷേ ബാങ്ക് അക്കൗണ്ട് തുറന്നത് എൻ്റെ പൈസ ബാങ്കിൽ കിടന്നിട്ട് പലിശ കിട്ടിയിട്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ല. അതിന് കൂലിയൊന്നും കിട്ടൂല. ആ പലിശ പണം സാധുക്കൾക്ക് കൊടുക്കുന്നത് പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഐഡിയൽ റൂളിങ്ങും പിന്നെ റിയാലിറ്റിയും തമ്മിൽ ഉള്ള ഒരു ബാലൻസിങ്, ഇതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ കാർ ലോൺ എടുക്കാൻ വന്നത്. ആ മൂല്യാർ അയാൾക്കൊരു കാറ് നിർബന്ധമാണ്, അത് വാങ്ങാൻ അയാളുടെ മുമ്പിൽ മറ്റ് ആൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല, ബാങ്കിലെ ലോണിനെ അവലംബിക്കുകയല്ലാതെ എന്ന അവസ്ഥയിൽ വന്നതാണെങ്കിൽ അയാൾക്ക് കുറ്റമുണ്ടാവില്ല. അതേ സമയത്ത് അയാൾക്ക് അത്തരം നിർബന്ധിതാവസ്ഥയൊന്നുമില്ല, അയാൾക്കൊരു കാറ് തന്നെ ആർഭാടമാണ്. ആ കാറ് വാങ്ങാൻ അയാൾക്ക് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ അയാൾക്ക് കഴിയും. അതല്ലെങ്കിൽ അയാൾക്ക് പലിശ ലോൺ അല്ലാതെ പലിശയിലുള്ള ലോണ് അയാളുടെ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലാതെയോ കളക്ട് ചെയ്ത് കാറ് വാങ്ങാൻ പറ്റും. അയാൾ ആ ബാങ്ക് ലോണിലേക്ക് പോകാൻ പാടില്ല, അത് ഹറാമാണ്. ഏത് തരം ബാങ്ക് ഇടപാടുടെയും കാര്യം ഇങ്ങനെയാണ്. നിർബന്ധിതാവസ്ഥ എന്നത് കൺസിഡറബിൾ ആണ് ഇസ്ലാമിക ശരീഅത്തിൽ. അതിനനുസരിച്ചുള്ള ഇളവുകൾ അതിനുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഇരുമ്പൊലക്കെ അല്ല.
ഇസ്ലാമിക ശരീഅത്തിൻ്റെ സവിശേഷതകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷമീൽ സജ്ജാസ് എന്നോടാണ് ഒരു ചോദ്യം. അല്ലെ, ഞാനൊരു ഇൻവെസ്റ്ററാണ്, ഒരു പ്രവാസിയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നതാണ് ഈ പരിപാടി കേൾക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, സാർ ഇപ്പോൾ പറഞ്ഞ ആ ഷെയർ മാർക്കറ്റിൽ പ്രൈമറിയും സെക്കൻഡറിയും പറഞ്ഞത് എനിക്ക് ശരിക്കത് ബോധ്യപ്പെട്ടില്ല. അതിന് പിന്നിലൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് അത് ബോധ്യപ്പെടാത്തത്. കാര്യം ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ സ്വർണ്ണ വ്യാപാരിയുടെ ഒരു ചൂഷണത്തിൽ പെടാതെ ആ പൈസയാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് അതിലെൻ്റെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൽ സാറ് പറഞ്ഞ ആ ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഈ ഷെയർ മാർക്കറ്റിലുള്ള പ്രൊഡക്ഷൻ ഷെയറുകളാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതായത് ബാങ്കിങ്, ബാക്കിയുള്ള മദ്യം, അങ്ങനെയുള്ള എല്ലാതും ഒഴിവാക്കിക്കൊണ്ട് പ്രൊഡക്ഷൻ മേഖലയിലുള്ള പേരെടുത്ത് പറഞ്ഞാൽ അതിൻ്റെ അതൊരു ഇതായിപ്പോകുന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഷെയറുകളാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ സെക്കൻഡറി വന്ന ഇതിൽ സ്വാഭാവികമായിട്ട് എനിക്കത് ഒന്ന് ക്ലാരിഫിക്കേഷൻ തേണ്ടി വരും. അതുകൊണ്ടൊന്ന് താങ്ക്സ്. അത് നിങ്ങളതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട, നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞു പോയി എന്നുള്ളതോ. അതായത് നിങ്ങളിപ്പോൾ ഈ ഷെയർസ് വാങ്ങിച്ചതൊക്കെ സെക്കൻഡറി മാർക്കറ്റിലാണ്. ഒരു കമ്പനി ഫോം ചെയ്ത് ആദ്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് നടക്കുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അത് രണ്ടും ഫിസിക്കൽ മാർക്കറ്റുകളൊന്നുമല്ല. ഇത് പ്രൈമറി മാർക്കറ്റ്, അവിടുത്തെ സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളത് ഇത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു നിലക്കും ബാധിക്കില്ല. അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കും. ഇത് ഷെയർ എന്ന് പറയുമ്പോഴും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരു ബിസിനസ്സിൻ്റെ ഒരു ഓണർഷിപ്പ് വാങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ബിസിനസ് നല്ലതാണോ എന്നുള്ളത് മാത്രമേ ഇവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ കിട്ടിയെന്നല്ല. ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ പറയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഷെയർ വാങ്ങിക്കുന്നത് കല്യാൺ ജ്വല്ലറിൻ്റെ ഷെയറാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കല്യാൺ ജ്വല്ലറിൻ്റെ ഒരു നുള്ള് ഓണർഷിപ്പ് ആ അവിടുത്തെ ഫോട്ടോയിൽ കാണുന്ന CEO എന്ന് പറയുന്ന ആളുടെ അതിൻ്റെ അത്രയില്ല, ആ നുള്ള് സാധനം നമ്മളും ഓണറാണ്. അത്ര ഇതിനെ വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. പിന്നെ ആളുകളൊക്കെ നന്നായി ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ഗസ്റ്റുകൾ വളരെ ഡൗൺ ടു എർത്തായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഖിൽ സാറൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ വളരെ ആളുകൾക്ക് വളരെ ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം ചിലപ്പോഴൊക്കെ ബോർഡിലൊക്കെ എഴുതിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അത് ആളുകൾക്ക് അത്രയും മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ്. അതേപോലെ മെഹബൂബ് സാറ് സംസാരിച്ചതും പിന്നെ കുറച്ചുകൂടി പ്രാക്ടിക്കലി ഈ രംഗത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതേപോലെ പിന്നെ സമീർ സാറ് പിന്നെ ഇസ്ലാമിക് ബേസിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷമീൽ സജ്ജാദ് സാഹിബും അതേപോലെ ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ധാരണകൾ നമുക്ക് തന്നിട്ടുണ്ട്. നസ്രീന ഇല്യാസും നമുക്ക് പോൺസി സ്കീമുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ധാരാളമായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് മണി ചെയിന്, അതേപോലെ MLM തുടങ്ങിയതൊക്കെ, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ സെഷൻ്റെ വൈൻഡപ്പിൻ്റെ സമയത്ത് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് പ്രോഗ്രാമിൻ്റെ സമാപനം എന്നുള്ള നിലക്ക് നന്ദി പ്രകാശനം നടത്തുന്നത് ജസീൽ അബ്ദുൽ വാഹിദാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.